പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഇങ്ങനെ ഈ മീറ്റിങ്ങിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം അതിനൊരു സാഹചര്യം ഒരുക്കി തന്ന അവർ കർത്തൃദാസിയോടും ഈ ജോയ്സ് ടിവിയിൽ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമുള്ള നന്ദിയും സ്നേഹവും ക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവജനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകുകയും. കർത്താവ് അതിനുവേണ്ടിയാണ് നമ്മെ വിളിച്ച് വേർതിരിച്ചത്. കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവം നമുക്ക് തരുന്ന എല്ലാ അവസരങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കും കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് പണി പറയുവാൻ ദൈവം കൃപ തന്നു. എന്നാൽ അതിനോട് ബന്ധപ്പെട്ട് തന്നെ അന്ന് ഞാൻ ആക്സിഡന്റിനെ കുറിച്ച് വരെ പറഞ്ഞു നിർത്തി. കാരണം രോഗസുഖത്തെ കുറിച്ച് ഒത്തിരി പറയാനുള്ളത് കൊണ്ട് ആ ഭാഗം അവിടെ കൊണ്ട് നിർത്തി. എന്നാൽ ഇന്ന് കൃപയാൽ ആ രോഗശാന്തി അനുഭവിച്ച അനുഭവങ്ങളെ വിടുതലിനെ, അതുപോലെ തന്നെ ഞങ്ങളായിരുന്ന ചർച്ചിലായിരുന്ന സമയങ്ങളിൽ മുണ്ടക്കയത്ത് വേലയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ കർത്താവ് നടത്തിയ വഴികൾ, ഇതൊക്കെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ടെസ്റ്റ് മണി നേരത്തെ കേട്ടിട്ടുള്ളവരായിരിക്കാം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ആ വചനപ്രകാരമാണ് കൃപയാൽ അന്ന് മുതൽ ഇന്ന് വരെയും ജീവിക്കാൻ ഇടയായത്. എന്നാൽ വിശ്വാസത്തിന്റെ വേല തിരഞ്ഞെടുത്തു, വിശ്വാസത്തോടെ കാഴ്ചകളെ മുൻപോട്ട് വെച്ചു. കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചു, സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ കൃപയാൽ വിശ്വാസം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ടതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു കുടുംബജീവിതം ദൈവം എനിക്ക് തരുവാനിടയായി. അങ്ങനെ കർത്താവിന്റെ ദാസൻ മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത്, വേലനിലം എന്ന് പറഞ്ഞ സ്ഥലത്ത് സഭാശുശ്രൂഷയിലായിരിക്കുമ്പോഴായിരുന്നു ഞങ്ങളുടെ വിവാഹം. അവിടെ ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ കർത്താവ് അത്ഭുതകരമായി ഞങ്ങളെ ഓരോ ദിവസവും നടത്തി. ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയും ദൈവത്തിന്റെ വലിയ സ്നേഹവും കരുതലും അവിടെ അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കെ അവിടെ നടന്ന ഒരു പ്രത്യേക സംഭവം എന്ന് പറയുന്നത് കോട്ടയാണ്. വളരെ ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവിടുത്തെ വേല വിജയിക്കാത്ത വിധത്തിൽ വളരെ കഷ്ടതയിൽ കൂടെ കടന്നുപോയി. അനേക ദൈവദാസന്മാര് അവിടെ നിന്ന് വളരെ മാനസികമായി വളരെ ഭാരമുള്ളവരായി കടന്നുപോയി. എന്നാൽ കൃപയാൽ കർത്താവിന്റെ ദാസൻ അവിടെ കടന്നു ചെന്നു. ആ സമയത്ത് ഒറ്റയ്ക്ക് ആണ് കടന്നു ചെന്നത്. അദ്ദേഹത്തിന്റെ അമ്മയും കൂടിയാണ് ആദ്യം അവിടെ വേല സ്ഥലത്ത് കടന്നു ചെന്നത്. അതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ വിവാഹം. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ ആയിരിക്കാൻ കർത്താവ് ഭാഗ്യം തന്നു. അങ്ങനെ ആ സഭയ്ക്ക് വേണ്ടി ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും കർത്താവ് കൃപ തന്നു. കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ദൈവസഭയെ ദൈവം ഉറപ്പിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അത്ഭുതങ്ങളും വിടുതലുകളും ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുവാനും അനുഭവിപ്പാനും ഇടയായ അനേക സന്ദർഭങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി വിട്ടുമാറുകയില്ല എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. വ്യക്തികൾക്കാണെങ്കിലും കുടുംബങ്ങൾക്കാണെങ്കിലും സഭകൾക്കാണെങ്കിലും വിടുതലുകൾ വേണമോ, ആത്മീയമായി ശുഭകരമായ മുന്നേറ്റത്തിന് ഉപവാസവും പ്രാർത്ഥനയും അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവസഭയെ തകർത്തുകൊണ്ടിരുന്ന ആ ശക്തിയുടെ മേൽ കർത്താവ് ജയം തരുവാനിടയായത് കർത്താവിന്റെ ദാസന് ദൈവം കൊടുത്ത നിയോഗത്തിൽ 21 ദിവസക്കാലം ദിവസത്തിന് ഉപവസിപ്പാൻ കർത്താവ് കൃപ തന്നു. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉപവാസം അദ്ദേഹം ഒരു ഞായറാഴ്ചയാണ്, സഭായോഗത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഇന്നു മുതൽ ചില ദിവസങ്ങളിലേക്ക് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സഭയോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ, ഞാനൊരു അറിയിപ്പ് തരാതെ ആരും അവരവരുടെ വീടുകളിൽ നിന്നല്ലാതെ ഒരു ഭവനത്തിൽ നിന്നും ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യരുത്. ഇങ്ങേറ്റ ഫെയ്ത്തോമിന്ന് പോലും ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യം. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിച്ചു. എന്താന്ന് ചോദിച്ചാൽ, വരാൻ പോണ സംഭവങ്ങൾ ദൈവം തന്റെ ദാസന്മാരെ അറിയിക്കും. ദൈവവചനം പറയുന്നു, അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അപ്പൊ വഴി അറിയിക്കുന്നത് എപ്പോഴും മോശയാണ്. അതുകൊണ്ട് ആ സഭയെക്കുറിച്ചുള്ള ആ ആലോചന, സഭയ്ക്ക് വേണ്ട വിടുതലുകൾ, അതിനെക്കുറിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് കൊടുത്ത നിയോഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ ഉപവാസത്തിലിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഉപവാസം ആരംഭിച്ചു. കൃപയാ ഞായർ ആഴ്ച മുതൽ ഉപവാസത്തിലിരുന്നു. അങ്ങനെ മുൻപോട്ട് വന്നു. ഏകദേശം 16-ാമത്തെ ദിവസമായപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞങ്ങളുടെ ചർച്ചിലെ
ഒരു മോള്. ഞങ്ങളുടെ ആ ചർച്ച് എന്ന് പറയുന്ന ചർച്ചിന്റെ തൊട്ടടുത്താണ് അവരുടെ വീട്. ദൈവത്തിന് സ്തോത്രം. ഒരു മുറ്റം രണ്ടുപേരെ എന്ന് പറഞ്ഞതുപോലെ അത്രയ്ക്ക് അടുത്തുള്ള വീടാ. ദൈവത്തിന് സ്തോത്രം. അവരാണ് സഭയ്ക്ക് ഒത്തിരി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭവനത്തിലെ മോൾക്ക് പെട്ടെന്നൊരു പ്രയാസം ഉണ്ടാകുവാനിടയായി. ആ പ്രയാസത്തോടുള്ള ബന്ധത്തിൽ ആ കുഞ്ഞ് വളരെ കഷ്ടതയിലായി. ദൈവത്തിന് സ്തോത്രം. അത് തൊട്ടടുത്തുള്ള ഒരു ഭവനത്തിൽ നിന്ന് അല്പം ഭക്ഷണം കഴിച്ചതാണ് കാരണം. ദൈവത്തിന് സ്തോത്രം. ആ ദൈവാത്മാവ് ഞായറാഴ്ച അറിയിച്ചു, ഇനി പറയാതെ ഒരു വീട്ടിൽ നിന്ന് കഴിക്കരുതെന്ന്. എന്നാൽ ഈ ആലോചന കേട്ടെങ്കിലും ദൈവമക്കള് ദൈവം പറയുന്ന വാക്കുകൾ കേട്ടില്ലെങ്കിൽ അനുസരണക്കേട് കൊണ്ട് വന്ന് സംഭവിക്കുന്ന ഓരോ അനുഭവങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ പ്രിയപ്പെട്ടവൾ തൊട്ടടുത്തുള്ള വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊച്ചവിടെ ചെന്നു. അവര് ഭക്ഷണത്തിൽ കൂടി ആ കുഞ്ഞിനെ ബന്ധിക്കുവാനിടയായി. എന്ന് പറഞ്ഞാൽ അവിടെ സഭ ആൾക്കാർക്ക് ചർച്ചിന് ഞങ്ങളുടെ ചർച്ച് എന്ന് പറയുന്നത് നല്ല ഒരു സ്ഥലമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ഥലം പാസ്റ്റർ പി എം ഫിലിപ്പ് എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസൻ വാങ്ങിയിട്ട സ്ഥലമാണ്. അത് വളരെ നല്ല സ്ഥലമാണ്. ബാക്കിയുള്ളവരുടെ മുഴുവൻ പാറ. അവിടെ പള്ളി ഇരിക്കുന്ന സ്ഥലം നല്ല സ്ഥലമാണ്, പക്ഷേ അതിന്റെ ചുറ്റുപാട് മുഴുവൻ പാറ. അതുകൊണ്ട് അവർക്കൊരു ശവക്കോട്ടയ്ക്കുള്ള ക്രമീകരണം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ശവക്കോട്ടയ്ക്ക് വേണ്ടി സ്ഥലം ആവശ്യമായി വന്നപ്പോൾ വർഷങ്ങൾ കൊണ്ട് അവരിതിന് നോട്ടമിട്ട് ആ രീതിയിൽ അവർ ദൈവസഭയ്ക്കെതിരെ ഒത്തിരി വൈശാചികമായ ബന്ധനങ്ങൾ ആ സഭയില് ദൈവമക്കൾക്കും ദൈവദാസനും ഒക്കെ വിരോധമായിട്ട് അവർ പ്രവർത്തിപ്പാനിടയായി. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു സംഭവത്തോടു കൂടി ദൈവസഭ തകർന്നിരിക്കുമ്പോഴാണ് അനേക ദൈവദാസന്മാരോട് ശുശ്രൂഷിച്ചെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ ആരും ആ സഭയിൽ ചാർജിലിരിക്കത്തില്ല. 6 മാസം കൊണ്ട് അവരാ സഭയിൽ നിന്ന് പോയിക്കളയും. അതുപോലെ അവിടെ പൈശാചിക ബന്ധനത്തിൽ ദൈവസഭയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെന്ററിൽ നിന്ന് തീരുമാനിച്ചത് ഈ കർത്താവിന്റെ അയക്കുവാൻ. അങ്ങനെ അദ്ദേഹം ബൈബിൾ സ്കൂളിലെ പഠിത്തമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അമ്മയും കൂടെ അന്ന് ചർച്ചിലേക്ക് വിടുവാനിടയായത്. എന്നാൽ അങ്ങനെ അദ്ദേഹം അവിടെ ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും വെള്ളിയും ഞായറും മാത്രം ചെല്ലും. വെള്ളിയാഴ്ച ചെല്ലും, ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പോരും, താമസിക്കുന്നില്ല. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തോട് എല്ലാവരും ചോദിച്ചത് എന്നാ ഇവിടെ വന്ന് താമസിക്കുന്നത്. അവിടെ സഹോദരി തന്നെ ചോദിച്ചു. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ സഹോദരി ആ പപ്പായോട് ചോദിച്ചു, എന്നാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്? ഉടനെ ആ പപ്പ പറഞ്ഞു, എന്റെ കല്യാണം എന്ന് നടക്കുമോ അതിന്റെ പിറ്റേ ദിവസം ഈ ഫെയ്ത്ത് ഹോമിലേക്ക് വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം അന്നൊരു ഭംഗിവാക്കായിട്ടാണ് പറഞ്ഞത്. പക്ഷെ അത് എല്ലാവരും ഭംഗിവാക്കായിട്ടാണ് കരുതിയതെങ്കിലും ദൈവം അത് കുറിച്ചു വെച്ചു. ഞങ്ങളുടെ വിവാഹം ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു. വ്യാഴാഴ്ച വിവാഹം നടക്കുന്നു. വെള്ളിയാഴ്ച ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ സഭയിലേക്ക് കടന്നു ചെല്ലുവാനിടയായി. അവിടെ ചെന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് എനിക്ക് കുറിച്ച് വെളിപ്പെടുത്തുവാനിടയായി. ഈ ദൈവസഭയെ തകർത്തുകൊണ്ടിരിക്കുന്ന ശക്തിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. മീറ്റിംഗ് കഴിഞ്ഞ് അന്ന് 4 ദിവസം എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. കാരണം ആദ്യം കല്യാണം കഴിഞ്ഞ 4 ദിവസം, ആദ്യത്തെ 4 ദിവസം എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകാനിടയായി. പോയ വഴിക്ക് അദ്ദേഹം എന്നോട് ചോദിച്ചു, ആട്ടെ നീ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും വെളിപ്പെട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വെളിപ്പെട്ടു. മറ്റൊന്നുമല്ല, ശക്തി ദൈവസഭയ്ക്കെതിരെ ദൈവസഭയെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ ദൈവാത്മാവിനെ കാണിപ്പാനിടയായി എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, നീ പറഞ്ഞ കാര്യം കറക്റ്റാ. അദ്ദേഹം വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാല് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ കൃപയാൽ എന്റെ വിവാഹം ആലോചന വന്നപ്പോൾ തന്നെ ദൈവാത്മാവ് അറിയിച്ചു. ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ ഈ വിവാഹം ദൈവഹിതമാണോ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം കണ്ട ഒരു വെളിപ്പാടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കൂടെ പറയുക. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം കണ്ട വെളിപ്പാട് ഇങ്ങനെയാണ്: ഒരു ഉണങ്ങി വരേണ്ട സ്ഥലത്തേക്ക് ദൈവം എന്നെ അയക്കുന്നു. അപ്പൊ ഈ കർത്താവ് എന്നെ ഉണങ്ങി വരേണ്ടടുത്തോട്ടാണല്ലോ അയച്ചതെന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഉണങ്ങി വരേണ്ട തോട് നിറച്ച വെള്ളം ഒഴുകുന്ന അവസ്ഥ. അങ്ങനെ ആ നിറഞ്ഞ അനുഭവം ഒരു വലിയ വയലിലേക്കാണ് ചെല്ലുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ വയലിൽ നിന്നുകൊണ്ട് അച്ചായൻ വിത്ത് വിതയ്ക്കുന്നു. കാക്ക വന്ന് പെറുക്കുന്നു. കാക്ക വന്നത് കൊത്തിക്കൊണ്ട് പോകുക വിത്തുകളൊക്കെ. അപ്പോൾ ഞാൻ ചെന്ന് ആ കാക്കയെല്ലാം ഓടിക്കുന്നു. പിന്നെ വീണ വിത്തെല്ലാം കിളിർത്തു, അത് ഫലവത്താകുന്നു. അത് കൊയ്യുന്ന സമയമാകുമ്പോൾ ദൈവം ഞങ്ങളെ അവിടെ നിന്ന് മാറ്റുന്നു. ഇത് ദൈവാത്മാവ് കാണിച്ചു. കർത്താവിന്റെ ദാസൻ ഈ വെളിപ്പാട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ
ഈ വെളിപ്പാടിന്റെ വെളിച്ചത്തിൽ ഇത് ദൈവഹിതമാണെന്നുള്ളതും ഞാൻ ചെല്ലുമെന്നുള്ളതും ഒക്കെ പറഞ്ഞപ്പം ഇത് ദൈവഹിതമാണ് എന്നറിഞ്ഞു. പിന്നെ ദൈവം എന്നെ കാണിച്ച ആളിനെ തന്നെയാണ് എനിക്ക് വിവാഹം കഴിപ്പാൻ ദൈവം ഭാഗ്യം തന്നതും. ദൈവത്തിന് സ്തോത്രം. ആ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ടെസ്റ്റ് മണി കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രമുണ്ട്. അതെല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് കൃപയാ ഞങ്ങളവിടെ കുടുംബമായി കർത്താവിന്റെ വേല ചെയ്യുവാനിടയായി. എന്നാൽ ദൈവത്തിന് സ്തോത്രം 16ാമത്തെ ദിവസം, ഉപവാസത്തിന് 16ാമത്തെ ദിവസം, ഈ സൂസമ്മ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി ചർച്ചിൽ വന്നിട്ട് അവൾക്ക് അവിടെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവള് വളരെ വിഷമത്തോടെ എന്തോ ഒരു അസ്വസ്ഥത വന്ന് അവൾ ഇറങ്ങിപ്പോയി അവൾ വീട്ടിലേക്കാണ് പോയത്. സമയം കഴിഞ്ഞു, 10 മിനിറ്റായി, 15 മിനിറ്റായി, അരമണിക്കൂറായിട്ട് കൊച്ചിനെ കാണാൻ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് എല്ലാവരും ഓർത്തു. എന്നാൽ യോഗം തീർന്ന സമയത്ത് ഞാൻ എല്ലാവർക്കും വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അടുത്തുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞു, മാമേ ഓടി വാ, സൂസമ്മയ്ക്ക് ഒരു വല്ലാത്ത വിഷമം എന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച, നല്ല ആരോഗ്യമുള്ള സഹോദരിയാണ്. 22 വയസ്സേ അവൾക്ക് ഉള്ളെങ്കിലും അവളെ കണ്ടാൽ ഒരു 35-40 വയസ്സ് തോന്നിക്കും. അത്രയ്ക്ക് ശരീരം പുഷ്ടിയുള്ള വലിയ ഒരു ആളാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ അവൾ കണ്ണും അടച്ച് നാവ് നീട്ടി ഇങ്ങനെ ഒരു കമ്പിയൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക, ജനൽ കമ്പിയൻ. അവൾ സാരി കൊടുത്തുകൊണ്ട് പോയ പെൺകുട്ടിയാ. അവൾ ബ്ലൗസും പാവാടയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം അവൾ സാരി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് വിഷമം ഉണ്ടായപ്പോൾ അവള് മണ്ണത്തോട് മല്ലടിച്ച് അവൾ ഇങ്ങനെ കമ്പിയൻ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുക. ഈ കാഴ്ച കണ്ടു. ഞാൻ ഓടിച്ചെന്നു. കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. പക്ഷെ ആരോട് പറയാനാ? ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു. കാരണം ഈ അവസ്ഥയെ കണ്ടുകൊണ്ട് ആരെയും നമുക്ക് പെട്ടെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഞാൻ ഉടനെ എന്നെ വിളിച്ചോണ്ട് പോയി ആ സഹോദരിയെ കൂടെ വിളിച്ചോണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു തരത്തിൽ ഇവിടെ പിടിച്ച് കട്ടിലേക്കൂടെ കിടത്തിയിട്ട് പപ്പ ഞാൻ പ്രാർത്ഥിച്ചപ്പം എനിക്ക് മനസ്സിലായി ഇത് ഒരു പൈശാചി ബന്ധനമാണ്, അല്ല രോഗമൊന്നുമല്ല. ഞാൻ പെട്ടെന്ന് വീട്ടുമ്പരെ കുറിച്ചൊന്ന് പപ്പായോട് പറഞ്ഞു. പപ്പായും ഓടി വന്നു, പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. പ്രാർത്ഥിച്ചു. അപ്പൊ ഇവിടെ പല്ലിന്റെ ഇടയിൽ 2 സ്ഥലമുണ്ട്, 2 പല്ലിനിടയ്ക്ക് അല്പം സ്ഥലമുണ്ട്. അപ്പൊ പപ്പ പറഞ്ഞു, ഇത് എന്താ പറ്റി? ഇവക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായ വിഷം വല്ലതും കഴിച്ചോ? കാരണം അതുപോലത്തെ ഒരവസ്ഥയിൽ അവിടെ കിടപ്പ്. കാരണം മരിച്ചതുപോലെ ശരീരം മൊത്തം അങ്ങ് തണുത്ത് മരിച്ച് വല്ലാത്തൊരവസ്ഥയില്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു, ഇവിടെ എന്താ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് പപ്പ. ഞാൻ പറഞ്ഞു, പപ്പ ഒരു കാര്യം ചെയ്യും, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് അങ്ങോട്ട് കൊടുത്ത് എന്തായാലും അറിയാം ഇത് പൈശാചികമാണോ അല്ലാതെ വന്നതാണോ എന്ന്. പപ്പ പെട്ടെന്ന് ഗ്ലാസ് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചു തന്നു. ആ വെള്ളം കൊടുത്തപ്പോ ഇവിടെ നാക്കും കൊണ്ട് ആ വെള്ളത്തെ തടഞ്ഞു. വായിലേക്ക് അവൾ വെള്ളം ഇറക്കാതെ അവളെ തടഞ്ഞപ്പോ മനസ്സിലായി ഇത് പൈശാചികമാണ്. അപ്പോൾ തന്നെ സാധാരണ വെള്ളം എടുത്തു കൊടുത്തു, പ്രാർത്ഥിക്കാത്ത വെള്ളം എടുത്തു കൊടുത്തപ്പോ ആ പല്ലിനിടവഴി അവളെ വെള്ളം കുടിച്ചു. അപ്പോൾ ഇത് പൈശാചികമാണെന്നുള്ളത് ഉറപ്പാണല്ലോ. ഉടനെ ഞങ്ങളുടെ ചർച്ചിൽ വേറെ ദേവദാസം വന്നിട്ടുമുണ്ട്, ചർച്ചക്കൂട്ടി ഒരു പാസ്റ്റർ വന്നിട്ടുണ്ട് ശുശ്രൂഷയ്ക്ക്. അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഫുഡ് കൊടുക്കണം, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഉപയോഗിക്കണം. കൊണ്ട് പെട്ടെന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളങ്ങ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു 5 മണിയായപ്പോൾ വിളിക്കുന്ന സമയത്ത് ഇവക്ക് പിന്നെ അസ്വസ്ഥതകൾ വന്നു. അവിടെ സന്ധ്യ ആയപ്പോൾ വേഗത്തിൽ അവിടെ കിടന്ന് ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആൾക്കാരുടെ കുടികളെ പിടിച്ച് ഇവളെ ചർച്ചിലേക്ക് കൊണ്ടുപോകാനിടയായി. 9 മണിയായപ്പോൾ മീറ്റിംഗ് തീർന്നു. മീറ്റിംഗ് തീർന്നപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, സമയമില്ലാത്തവരും ജോലിക്ക് പോകേണ്ടിയവരും ഒക്കെ വീടുകളിലേക്ക് പോവുക, അല്ല സമർപ്പണവും ശുദ്ധീകരണവും പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ചർച്ചിൽ ഇരുന്നാൽ മതി, അല്ലാത്തവരെല്ലാം അവനോട് വീടുകളിൽ പോയിക്കോളാൻ പറഞ്ഞു. രാത്രി സമയമില്ല, മിക്കവാറും എല്ലാവരും തന്നെ വീടുകളിൽ പോയി. ആ വീട്ടുകാർ മാത്രം, അവരുടെ പാപ്പനും കുടുംബവും മാത്രം അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഈ വിഷയത്തിനോട് പ്രാർത്ഥിച്ചു. ഈ രഹസ്യം ആർക്കും വെളിപ്പെടരുതെന്ന് പറഞ്ഞ് ബന്ധിച്ചൊരു ബന്ധനം ദൈവാത്മാവ് അറിയിച്ചു. കാരണം ഏത് പൈശാചി ബന്ധനമാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സകല രഹസ്യങ്ങളെയും വെളിപ്പെടുത്തുന്ന കർത്താവ് ആ വിഷയം വെളിപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് സകല രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന കഴിവുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇതിന് മിണ്ടാൻ പറ്റുന്നില്ല. ഇത് കണ്ണിങ്ങനെ വീഴ്ച കാണിക്കുക, ഒന്നും മിണ്ടത്തില്ല. അപ്പോഴാ ദൈവാത്മാവിനോട് പറഞ്ഞ ഇവർക്ക് സംസാരിക്കാതിരിക്കത്തക്കോടെ ഈ രഹസ്യം ആർക്കും വെളിപ്പെടരുതെന്ന് പറഞ്ഞൊരു ബന്ധിച്ച ബന്ധനമുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് തൊണ്ട കൊണ്ട് സംസാരിക്കാൻ കഴിയാത്തത്. പെട്ടെന്ന് ഞാൻ അവിടെ തൊണ്ടയിലേക്ക് കൈവച്ച് പറഞ്ഞു, ഈ രഹസ്യം ആർക്കും വെളിപ്പെടരുതെന്ന് പറഞ്ഞു ബന്ധിച്ച ബന്ധനത്തെ യേശുവിന്റെ നാമത്തിൽ അഴിക്കുന്നു എന്ന് പറഞ്ഞു. ശ്വാസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ കൃപയാൽ അവൾ സംസാരിക്കുവാൻ തുടങ്ങി. നീ ആരാന്ന് ചോദിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഭാഷകളും കാര്യങ്ങളൊക്കെ അവൾ പറയുന്നത്. ഏതായാലും കൊള്ളാം, ദൈവത്തിന് സ്തോത്രം. ആ പൈശാചിക ബന്ധനം
കർത്താവിന്റെ കൃപയാൽ രാത്രിയിൽ തന്നെ ദൈവം ആവശ്യത്തിന് വിടുതൽ കൊടുക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. 12 മണിയായി ഈ വിഷയം വെളിപ്പെട്ട് കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, എന്നാൽ ഏകദേശം 2 മണി ആയപ്പോഴത്തേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ച്, കാരണം എല്ലാവർക്കും കിടന്ന് ഉറങ്ങണം, പിറ്റേ ദിവസം ഉപവാസ പ്രാർത്ഥന ഉള്ളതാണല്ലോ. തന്നെയല്ല, അന്ന് എൻ്റെ അച്ഛാമോള് പാല് കുടിക്കുന്ന സമയമാണ്. പാല് കുടിക്കുന്ന സമയമായതുകൊണ്ട് കുഞ്ഞിനെ പാല് കൊടുക്കണം. എനിക്കും ഞാൻ ഒരു ദിവസം ഒരു നേരം ഫുഡ് കഴിച്ചോണ്ട് 21 ദിവസം ഇരിക്കുന്നത്. പപ്പ ഫുള്ളായിട്ടായിരിക്കുന്നത്. ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതുകൊണ്ട് ഒരു നേരം കഴിച്ചോണ്ടായിരിക്കുന്നത്. അപ്പൊ ഞാൻ വൈകിട്ടത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെ കഴിക്കാനൊന്നും അന്ന് ഒത്തില്ല. അപ്പൊ 2 മണിയായി. 2 മണി ആയപ്പോഴത്തേക്ക് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ പറഞ്ഞപ്പോൾ ഈ പിശാച് പറയുക, 5 മണി ആയേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. 5 മണിക്ക് ഇവരുടെ സമയം. അന്നേരം പോ. ഞാൻ പറഞ്ഞു, നീ 5 മണിക്ക് പോകണ്ട, പോവുകയാണെന്ന് നീ ഇപ്പൊ പോണം. ഞങ്ങൾ പറയുന്ന സമയത്ത് നീ പോണോന്ന് പറഞ്ഞു. ഇപ്പൊ നീ പോയിരിക്കണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് അത്ഭുതകരമായ ആ വിഷയത്തിന്മേൽ വിടുതൽ നൽകി. സ്തോത്രം. ആ വിഷയത്തിന്മേൽ വിടുതൽ നൽകി. ഞാൻ ഇത് ചുരുക്കിയാ പറയുന്നത്, ഒത്തിരി കാര്യങ്ങൾ ഇതിന് മുൻപ് പറയാനുണ്ട്, സമയമില്ലല്ലോ. അങ്ങനെ കർത്താവ് അത്ഭുതകരമായിട്ട് ആ സഹോദരിയെ വിടുവിച്ചു. എന്നാൽ ഈ സഹോദരി കഴിച്ചപ്പോൾ തന്നെ അവർക്ക് പള്ളിക്കാര് കുറെ കൂടി ഒരു കൂടി ഒരു കമ്മിറ്റി കൂടി തീരുമാനിച്ചെന്ന് ഇവർ ാണ് കൂടിയാണ് ഇത് ഓതിക്കെട്ടി ഇവക്ക് ബന്ധിച്ചു കൊടുത്തതെന്നൊക്കെ ഈ പിശാച് തന്നെയാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഇവളിലുള്ള ആ പൈശാചിക ശക്തിയാണ് പറഞ്ഞത്. ഇവളിൽ എങ്ങനെയാണ് ഈ ശക്തി കടന്നെന്നും എല്ലാ കാര്യങ്ങളും അന്ന് പറയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഏത് വലിയ ബന്ധനത്തെ അഴിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവര് രഹസ്യമായി ചെയ്തതെല്ലാം ഇത് പരസ്യമാക്കി പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരിക്കൂടെ എങ്ങനെ വന്നു എന്നുള്ളതെല്ലാം ഇതങ്ങ് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞവർക്കും കേട്ടവർക്കും പള്ളിക്കാരും എല്ലാവരും തൊട്ടടുത്തുള്ളവർ തന്നെയാണ്. സ്തോത്രം. അപ്പൊ ഈ പള്ളിയിലെ ഉൾപ്പെടെ ഇത് കേട്ടു. ദൈവത്തിന് സ്തോത്രം. അത് അർദ്ധരാത്രി 2 മണി സമയത്തൊക്കെ എല്ലാം നിശബ്ദമായിട്ടിരിക്കുന്ന സമയത്ത് ഇത് ഒച്ച പറയുമ്പോൾ അവർക്ക് കേൾക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഏതായാലും കൊള്ളാം. ദൈവത്തിന് മഹത്വം. കർത്താവ് അത്ഭുതകരമായ വിഷയത്തിനെ വിടുതൽ നൽകി. ദൈവത്തിന് മഹത്വം. കർത്താവ് വിടുതൽ നൽകി. ആ വിടുതൽ ഇവിടെ നടക്കുമ്പോൾ ഉണ്ടായ സംഭവം എന്തെന്ന് ചോദിച്ചാല്, ഞങ്ങളുടെ ഈ ചർച്ച് കഴിഞ്ഞാൽ പിന്നെ കുറെ സ്റ്റെപ്പ് കഴിഞ്ഞ് വഴിയാ, മെയിൻ റോഡാ, ആ ബസ് പോകുന്ന റോഡാ. അത് കഴിഞ്ഞാൽ പിന്നെ അല്പസ്ഥലം കഴിഞ്ഞാൽ പിന്നെ ആറ് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു എസ്റ്റേറ്റാ, ഈ റബ്ബർ തോട്ടത്തിന്റെ. അപ്പൊ അവിടെ വെളുപ്പിനെ റബ്ബർ വെട്ടാൻ വന്ന ആൾക്കാർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, പെന്തിക്കോസ്തുകാരുടെ പള്ളിക്ക് തീ പിടിച്ചെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പള്ളി ഇച്ചിരി ഉയർന്ന. അവര് അക്കരെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിന്റെ മേളിൽ കൂടെ തീ ഉയരുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ, ആ പാവപ്പെട്ട പെന്തിക്കോസ്തുകാരുടെ ചർച്ചിന് ആരോ തീ വെച്ചു. സ്തോത്രം. അവര് വിചാരിച്ച് ലോകത്തിലെ തീയാണെന്ന്. എന്നാൽ ദൈവവചനം പറയുന്നു, പരിശുദ്ധാത്മാവ് തീയോട് സാദൃശ്യപ്പെട്ട് ബൈബിളിൽ പറയുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ആരാധനയിൽ അവിടെ ഞങ്ങൾ ആത്മാവിൽ ഒരു ജനം ഉള്ളവരെല്ലാം ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധാത്മാ ശക്തി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ബന്ധനം അഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, വലിയ ദൈവപ്രവൃത്തിയോട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹോളിന്റെ മേളിൽ കൂടെ തീ ഇങ്ങനെ പറക്കുന്ന കാഴ്ചയാണ് അക്കരെ നിന്ന ജാതികളായിട്ടുള്ള ആൾക്കാർ കണ്ടു. അവർ ഭയപ്പെട്ടു പോയി. അവർ പിറ്റേ ദിവസം അവിടെ വന്ന് നോക്കുമ്പോൾ ഹോൾ അവിടെ ഇരിപ്പുണ്ട്. ഹോളിന് ഒരു കുഴപ്പമില്ല. സംഭവം എന്നാന്നുള്ളത് പിന്നെയാണ് അവർക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ വചനമൊക്കെ സത്യമാണെന്നുള്ളതിന്റെ ഒരു തെളിവിന് വേണ്ടി ഞാനിത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ, ഈ വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ദൈവത്തിന് സ്തോത്രം. അഗ്നി ഇറങ്ങിയെന്ന് വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ആ കൃപ അനുഭവിക്കുമ്പോഴാണ് അതിന്റെ മാഹാത്മ്യത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്ര. കൃപയാൽ ആ സഹോദരി വിടുവിക്കപ്പെട്ടു. എന്നാൽ അവർ ഓതിക്കൊടുത്ത സാധനം കടലേ കാപ്പിയുമായിരുന്നു. എന്നാൽ അത് ഇവൾ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് കഴിക്കരുതെന്ന് ദൈവാത്മാവ് പറഞ്ഞെങ്കിലും അവളത് മറന്നുപോയി. അവള് തൊട്ടടുത്തുള്ള വീട് എപ്പോഴും പോയി കഴിക്കുന്ന വീടുവാ. അവൾ പോയി കഴിച്ചു. എന്നാൽ അവൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ആങ്ങളയുടെ കുഞ്ഞ് അത് കണ്ടുകൊണ്ട് ഇവളെ കാണാൻ വേണ്ടി വന്ന കൊച്ചു കുഞ്ഞ്, അത് ഒരു 2-2.5 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞ് വന്നു. അതിനും ഇവിടെ കുടിച്ചതിന്റെ ബാക്കി ഈ കടലയും കൂടെ കൊടുത്തു. സ്നേഹം കൊണ്ട് കൊടുത്ത. ഇങ്ങനെ ഇതിനകത്ത് ഒളിച്ചു കിടക്കുന്ന സംഭവം എന്താണെന്ന് അറിയത്തില്ലല്ലോ. ഏതായാലും കൊള്ളാം. ഇവൾ ആ രാത്രി വിടുവിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ്
പെട്ടെന്ന് ലോകത്തോട് യാത്ര പറയുന്ന അവസ്ഥയെ. സ്തോത്രം. ഈ ശക്തി, കാരണം ഈ കുഞ്ഞിലും ഉണ്ടല്ലോ ഈ പൈശാചിക ശക്തി. ഈ കുഞ്ഞ് താള് പോലെയായി. കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിന്റെ അപ്പൻ ഈ പെട്ടെന്നുണ്ടായ ഈ ഷോക്കിൽ അയാൾക്കൊരു ബുദ്ധിഭ്രമം പോലെ വന്നു. ബുദ്ധിഭ്രമം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ എല്ലാവരും കുഞ്ഞുവാവയെന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുവാവ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഹാ 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 എന്ന് പറഞ്ഞ് അട്ടഹസിക്കും ഇദ്ദേഹം. കാരണം പെട്ടെന്നുണ്ടായ ആ സംഭവത്തിൽ അങ്ങനെയായിപ്പോയി. സ്തോത്രം. അങ്ങനെ ഇവൻ കരയുമ്പോൾ, ഇവൻ ചിരിക്കുമ്പോൾ ഇവൻ പിന്മാറ്റത്തില്ല. വിശ്വാസത്തിൽ വന്നിട്ട് പിന്മാറിപ്പോയവനാ. പിന്മാറിപ്പോയിട്ട് അവൾ സ്നേഹിച്ചാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചത്. അതിലുണ്ടായ കുഞ്ഞായത്. പക്ഷെ അവള് നല്ലൊരു ദൈവകൃപയുടെ പെൺകുഞ്ഞാ. അവള് നമ്മുടെ സഭയെ വരികയും അവള് രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തു. അവളെ ദൈവസന്നിധി ദൈവം കണ്ടു, അതുകൊണ്ടായിരിക്കാം ഈ വിവാഹം നടന്നത്. ഏതായാലും അവൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ വന്നു. അതുകൊണ്ട് അവിടെ യേശുവിന്റെ ഈ കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ ഇവള് പറഞ്ഞു രക്തത്താൽ ജയം, രക്തത്താൽ ജയം എന്ന് പറഞ്ഞ് ഈ കുഞ്ഞ് അവിടെ, ഈ സഹോദരി അവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ ഈ ഒച്ച കേട്ടുകൊണ്ടാണ് ഞാൻ കൂടി ചെല്ലുന്നത്. കാരണം ഞാൻ 2 മണിയായി, ഇതിന്മേൽ വിടുതൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാന് ഭക്ഷണം, കുഞ്ഞിന് പാലും കൊടുക്കണം, ഭക്ഷണവും കഴിക്കണം. അതിന് ഞാൻ അടുക്കളയിൽ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നതേ ഉള്ളൂ, കഴിച്ചില്ല. അപ്പോഴാണ് രക്തത്താൽ ജയമെന്ന് ഈ അസമയത്ത് ഈ പാതിരായിക്ക് ഈ കേൾക്കുന്ന സൗണ്ട്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം എന്ന് പറഞ്ഞ് എൽസി എന്ന് പറയുന്ന ഈ കുഞ്ഞിന്റെ അമ്മ കരയുന്ന ഒച്ചയാ കേൾക്കുന്നത്. അത് കേട്ടോണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഞാൻ അതവിടെ വെച്ചിട്ട് ഓടി അവരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഈ കുഞ്ഞ് മരിച്ചതുപോലെ കിടക്കുക. സ്തോത്രം. ശരീരം മുഴുവൻ താള് പോലെ ആയിപ്പോയി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിശ്ചലമായ അവസ്ഥയിൽ കുഞ്ഞു കിടക്കുന്ന കണ്ടുകൊണ്ട് തള്ള കരയുന്നു. അപ്പനാണ് ഹട്ടഹസിച്ച് ചിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ തൊട്ടപ്പുറത്തെ വീട്ടുകാരെ ചെയ്തത് അവരും വന്നിട്ടുണ്ട് ഈ ഒച്ചയും ബഹളവും കേട്ടോണ്ട്. സ്തോത്രം. എന്നാൽ കർത്താവിന്റെ കൃപയാൽ നമ്മുടെ യേശു ജീവിക്കുന്നു. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാ. മരണത്തിലെ നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. സ്തോത്രം. പെട്ടെന്ന് ഞാൻ ചെന്ന് ഈ കുഞ്ഞിനെ എന്റെ തോളയിലോട്ട് കടത്തി. ഞാൻ പപ്പായോട് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു തരാൻ പറഞ്ഞു. കർത്താവിന്റെ ദാസൻ ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു തന്നു. ഈ വെള്ളം എടുത്ത് ഞാൻ ഈ കുഞ്ഞിന്റെ വായിലിട്ട് ഒഴിച്ചു. ആദ്യം ഞാൻ മുഖത്ത് തളിച്ചിട്ട് വായിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തു. മുഖത്തോട്ട് ഈ വെള്ളം തളിച്ചപ്പോൾ കുഞ്ഞ് കണ്ണിങ്ങനെ അനക്കി. അപ്പോൾ തന്നെ വായിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. വയറിളകി എന്റെ നൈറ്റിയിലോട്ട് അത് വയറിളകി ശരീരത്തിൽ നിന്ന് ആ ബന്ധനം അഴിഞ്ഞു മാറുവാനിടയായി. അങ്ങനെ കുഞ്ഞിന് നഷ്ടപ്പെട്ട ജീവൻ ദൈവം മടക്കി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ബാബു എന്ന് പറഞ്ഞ ഈ കുഞ്ഞിന്റെ അപ്പൻ ഇത് കുഞ്ഞ് രക്ഷപ്പെട്ടെന്നും സൗഖ്യമായെന്നും വിടുതൽ പ്രാപിച്ചെന്നും ഒക്കെ പറഞ്ഞിട്ടും കാണിച്ചിട്ടും അവൻ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് അവൻ അതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരിക്കുക. സ്തോത്രം. കുഞ്ഞു വാവച്ച മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഇല്ല മോനെ, ഇതല്ലേ നിന്റെ മോള്, നീ നോക്കിക്കേ എന്നൊക്കെ പറയുന്നുണ്ട്. അവന് എന്തോ സംഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. എല്ലാം നന്മയ്ക്കാൻ. ദൈവം നമുക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്യത്തില്ല, എല്ലാം നന്മയ്ക്കാൻ. ഏതായാലും കൊള്ളാം. അല്പം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, അവിടെ നിന്നോണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു കാര്യം തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഹോളിലോട്ട് പോവാ. ഞങ്ങൾ മേളിൽ, ഇവര് താഴെയാണ് താമസിക്കുന്നത്, ഞങ്ങൾ മേളിലോട്ട് പോവാ, നിങ്ങൾ അങ്ങോട്ട് വന്നേക്കാൻ പറഞ്ഞു. ഭാര്യയും ഭർത്താവും അപ്പനും വല്യപ്പനും വല്യമ്മയും എല്ലാവരുടെയും അങ്ങോട്ട് വന്നു. സ്തോത്രം. കാരണം നമ്മുടെ ഫെയ്ത്ത് ഹോമിലെ ഹോളിലാണ് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് പറയാനും പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ. ഈ ഒരു വീടെന്ന് പറയുമ്പോൾ അതൊക്കത്തില്ല. തന്നെ അടുത്തടുത്ത് വീടുകളാ. അപ്പം അവിടെയുള്ളവർക്ക് വീടാകുമ്പോൾ സ്വാതന്ത്ര്യത്തിൽ കയറി വരും. ഹോളിലോട്ട് ആരും അങ്ങനെ കയറി വരികയല്ല. സ്തോത്രം. ദൈവമക്കളെ കയറി വരുള്ളൂ. അങ്ങനെ കൃപയാ ഞങ്ങൾ ആ കുഞ്ഞുമായിട്ട് മേളിലോട്ട് പോയി. ഇവരും അവിടെ വന്നു. എന്നാൽ പിന്മാറ്റത്തിൽ നിന്ന് അവൻ മടങ്ങി വരുവാൻ അത് മുഖാന്തരമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആ കുഞ്ഞ് ജീവൻ പ്രാപിച്ചെങ്കിലും അതിനിങ്ങനെ വിറയലുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ശക്തി, പൈശാചിക ശക്തി ആ കുഞ്ഞിനെ വന്ന് പിടിച്ചത് കൊണ്ട് അതിൻ്റെതായ അസ്വസ്ഥത കുഞ്ഞിനുണ്ട്, ശരീരത്തിന് ബലഹീനതയുണ്ട്. എന്നാൽ കർത്താവിന്റെ കൃപയാൽ അവനോട് പറഞ്ഞു, നീ പിന്മാറ്റത്തിൽ മടങ്ങി വരുവാൻ ദൈവത്തിന് തീരുമാനം എടുക്കുവാൻ ദൈവം നിനക്ക് തന്നെ അവസരം. നീ അങ്ങനെ തീരുമാനം എടുത്താലേ നിന്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം ദൈവം തരുള്ളൂ. ജീവൻ ദൈവത്തിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ ആരോഗ്യം ദൈവത്തിന് കൊടുക്കാൻ കഴിയും. എന്നാൽ നീ തീരുമാനത്തിലേക്ക് മടങ്ങി വരാൻ പറഞ്ഞു. കൃപയാൽ അന്ന് അവൻ പിന്മാറ്റത്തിൽ മടങ്ങി വരുവാൻ ദൈവത്തിന് തീരുമാനമെടുത്തു, പ്രതിഷ്ഠിച്ചു. അവന്റെ ജീവിതത്തെ അവൻ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. കുഞ്ഞിനെ ദൈവസന്നിധി പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ കുഞ്ഞിന് വിടുതലും പൂർണ്ണമായ സൗഖ്യം ദൈവം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ അതൊരു ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കത്തക്കണം.
സ്വന്തമായിട്ട് ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ച് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അതിന് ബലം, ആരോഗ്യവും സൗഖ്യവും ദൈവം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഏതായാലും കൊള്ളാം, ഈ ഒരു സംഭവത്തോടു കൂടി ദൈവത്തിന് സ്തോത്രം. നാളുകളായി ആ സഭയെ ബന്ധിച്ച ബന്ധനങ്ങള് ഒക്കെ അന്ന് വെളിപ്പെടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആ ഹോളിനെ തകർത്ത അവസ്ഥ, ദൈവദാസന്മാരെ 6 മാസത്തിൽ കൂടുതൽ അവിടെ ശുശ്രൂഷിപ്പിക്കാതെ ഓടിച്ചു വിട്ട വിഷയങ്ങളെല്ലാം വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. അതിന്മേലെല്ലാം കർത്താവ് പൂർണ്ണമായൊരു വിടുതൽ തന്നു. സഭയെ തകർക്കുവാൻ നോക്കിയ ശക്തിയുടെ മേൽ, നാളുകളായി സഭയെ ബന്ധിച്ചൊതുക്കിയ ശക്തിയുടെ മേൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും വിടുതലുണ്ടെന്നുള്ളത് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കി. ദൈവം പൂർണ്ണമായി വിടുതൽ നൽകി. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമായി ആ ദൈവസഭയ്ക്ക് ഒരു വളർച്ച ദൈവം കൊടുത്തു. മറ്റേത് 8 പേരെ ആ സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ, വെറും 8 പേര്. ദൈവത്തിന് സ്തോത്രം. അതിന് സ്ഥാനത്ത് അത് കഴിഞ്ഞ കൂടെ നിറച്ച ആത്മാക്കളെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഓരോരോ അത്ഭുതങ്ങളും വിടുതലുകളും ദൈവം അവിടെ വെച്ച് ചെയ്യുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. എല്ലാം പറയാൻ സമയമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ വേറൊരു സാക്ഷി ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും ഒരു വലിയ അത്ഭുത വിടുതല. പക്ഷേക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് എന്റെ സമയം തീരാറായതുകൊണ്ട് ഞാൻ ഇനി രോഗസൗഖ്യത്തെ കുറിച്ച് പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം കഴിഞ്ഞു. അപ്പൊ ശുശ്രൂഷയിൽ എപ്പോഴും പോരാട്ടവും വെല്ലുവിളിയും ഉണ്ട്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ ആരോടാ? വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അധിപതിയോടും ദുഷ്ടാത്മ ശക്തികളോടും, സ്വർലോകങ്ങളെ ദുഷ്ടാത്മ ശക്തിയോടും ഒക്കെയാണ് നമുക്ക് പോരാട്ടമുള്ളത്. അതുകൊണ്ട് ഈ പൈശാചിക ബന്ധനമുള്ള പൈശാചിക ശക്തികൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകവും അതിന്റെ സകലതും സാത്താന്റെ അടിമത്തത്തിലാണ്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിന്റെ പ്രഭു അതിൻ്റെതായ ശക്തിയിൽ ദൈവത്തിന് സ്തോത്രം ദൈവജനത്തിനെതിരെ, ദൈവസഭകൾക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ, വ്യക്തികൾക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ നാം മൗനം പാലിക്കുവാനല്ല, അതിനെ ഭയപ്പെടുവാനല്ല. കാൽവരി ക്രൂശിൽ അതിന്മേൽ ജയം പ്രാപിച്ച യേശു നമുക്കായിട്ട് ജീവിക്കുന്നു. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ യേശു മരിക്കുമ്പോൾ സാത്താന്റെ തല അവിടെ വെച്ച് തകർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താനെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശി ജയോത്സവം കൊണ്ടാടിയ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചുകൊണ്ട്, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ശുദ്ധീകരണത്തോടെ, പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, ആരാധനയോടെ, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളുമായി ശത്രുവിനെ വെട്ടിവീഴ്ത്തുവാൻ ദൈവമക്കൾ തയ്യാറാകുമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ദൈവവചനം പറയുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സ്തോത്രം. അപ്പൊ പാതാള ഗോപുരങ്ങൾ ഉണ്ട്, എന്നാൽ അതിനെ ജയിക്കാതെ, അല്ലെ പാതാള ഗോപുരങ്ങൾ ദൈവസഭയെ ജയിക്കാതെ, ഹല്ലേലൂയ, യേശു ക്രിസ്തു മുഖാന്തരം ദൈവസഭയ്ക്ക് വിജയമുണ്ട്, വിടുതലുണ്ട്, യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞെന്ന് മാത്രം. കൃപയാൽ അന്ന് മുതൽ ജീവിതത്തിൽ വലിയ വലിയ ദൈവപ്രവൃത്തികൾ കാണുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഗ്രേസല്ലോ. എന്നാൽ അതിനുശേഷമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പാമ്പാടിയിലേക്ക് വന്നു. അവിടെ നിന്ന് മറ്റക്കരയിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ സാക്ഷ്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ആക്സിഡന്റ് ഞാൻ പറഞ്ഞത് പാമ്പാടി വെച്ച ഉണ്ടായത്. എന്നാൽ ഞങ്ങൾ മറ്റക്കര എന്ന സഭയിൽ ചെല്ലുമ്പോഴാണ് ഞാൻ രണ്ടാമത്തെ മോളെ, അതുപോലെ ആദ്യം അച്ഛ ഉണ്ടായതിനു ശേഷം ഉണ്ടായ കുഞ്ഞ് മരിച്ച കാര്യം ഞാൻ ടെസ്റ്റിമണി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് ഞങ്ങളുടെ ഇപ്പോൾ ഉള്ളത് രണ്ടാമത്തെ കുഞ്ഞ്, അവളെ ഞാൻ 2 മാസം പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്ക് അപ്പൻഡിസൈറ്റിസ് വന്നു. മരണത്തോട് ഞാൻ മല്ലടിച്ചു. സ്തോത്രം. 3 പകലും 2 രാത്രിയും, രാവേതാ പകലേതാന്നറിയാതെ ഞാൻ തലകുത്തി മറിയുകയായിരുന്നു. ഞാൻ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. കൃപയാൽ അന്നും ഇന്നും സൗഖ്യമാകണമേ എന്നൊരു പ്രാർത്ഥനയില്ല. പിന്നെ പ്രാർത്ഥിക്കുന്നത് കർത്താവെ സഹിക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കത്തുള്ളൂ. കാരണം സൗഖ്യം നമ്മുടെ അവകാശമാണ്. എന്നാൽ കർത്താവ് എന്തിനാണോ നമുക്ക് കഷ്ടത വരുത്തുന്നത്, രോഗം വരുത്തുന്നത്, അതിന്റെ പിന്നിൽ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം കർത്താവ് എന്നെ നിറവേറ്റിയാൽ മതി. അതുകൊണ്ട് എനിക്കിത് സഹിക്കാനുള്ള കൃപ കർത്താവ് തരണം. നമുക്ക് സഹിക്കാൻ കഴിവില്ല, എന്നാൽ സഹിക്കാൻ കർത്താവ് കൃപ തരണം. അതുകൊണ്ട് ഞാൻ കർത്താവെ എനിക്ക് സഹിക്കാൻ കൃപ തരണേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ, വേദന കടന്ന് പുളയുമ്പോൾ, ഇരിക്കാൻ മേല, നിൽക്കാൻ മേല, നടക്കാൻ മേല, ഒന്നും മേല, തലകുത്തി മറിയുക. അങ്ങനെ ഇരിക്കുമ്പോൾ താവേ സഹിപ്പാ കൃപ തരണമേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കിടക്കയിലായിരിക്കുമ്പോൾ എൻ്റെ തലക്കീലും കാക്കീലുമായി എൻ്റെ ഹസ്ബൻഡും മദർലോയും ഇരിക്കുക. സ്തോത്രം. അവിടെ 2 പേരുടെയും മടിയിൽ ഞാൻ മാറി മാറി തലവെക്കും. 2 പേരും പ്രാർത്ഥിക്കും. സ്തോത്രം. എന്നാൽ സൗഖ്യമില്ല. അങ്ങനെ ഞാൻ വേദന കൊണ്ട് പൊളയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠനോട് വരുവാനിടയായി. അദ്ദേഹം പറഞ്ഞു, നിന്റെ വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ നല്ലതാണ്, പക്ഷേ ഇതിന് നീ ഹോസ്പിറ്റലിൽ പോകണം, ഓപ്പറേഷൻ അല്ലാതെ യാതൊരു മാർഗവും ഇല്ലെന്നു.
അതുപോലെ എൻ്റെ അമ്മായി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആന്റി വന്നേച്ച് പറഞ്ഞു, കുഞ്ഞെ ആന്റിയെ ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവന്നേ. ആ ആന്റി എന്നോട് പറഞ്ഞു, മോളെ ഇത് ഒന്നുകിൽ പ്രാർത്ഥന അല്ലെങ്കിൽ ഓപ്പറേഷൻ, അല്ലാതെ ഞാൻ മാർഗമില്ല. കാരണം നേഴ്സുമാർക്കാവുമ്പോൾ അറിയാതെ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അന്നും ഇന്നും കൃപയാൽ എന്റെ വിശ്വാസം, എന്റെ ദൈവം അറിയാതെ എന്റെ ഒരു മുടി ഒഴിയത്തില്ല, എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. എന്റെ ശുശ്രൂഷ തികച്ചെങ്കിൽ, കർത്താവിന് എന്നെ കുറിച്ചുള്ള പദ്ധതി, ഈ ഭൂമി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി ദൈവം പൂർത്തീകരിച്ചെങ്കിൽ, ശുദ്ധീകരണം പൂർത്തിയായെങ്കിൽ, ശുശ്രൂഷ തികച്ചെങ്കിൽ, വാഗ്ദത്തങ്ങൾ നിറവേറ്റിയെങ്കിൽ, കർത്താവിനെ ഇതോടെ ശുദ്ധീകരിച്ചെങ്കിൽ ചേർക്കും. ഇല്ല, ശുശ്രൂഷ മുൻപിലുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഇപ്പോൾ മരിക്കത്തില്ല, എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് കർത്താവിന്റെ ഇഷ്ടം എന്തോ നടക്കട്ടെ, ഞാൻ കർത്താവിന്റെ കയ്യിലാണ്. സ്തോത്രം. ഉടഞ്ഞാലും ഉടയവന്റെ കരങ്ങളില്ല. അതുകൊണ്ട് ഉടയവന്റെ കരങ്ങളിൽ കൊടുത്ത് സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പപ്പാടെ ഏട്ടൻ പറഞ്ഞു, അതുകൊണ്ട് നീ ഹോസ്പിറ്റലിൽ പോകണം, ഓപ്പറേഷൻ അല്ലാതെ യാതൊരു മാർഗവും ഇല്ലെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ എന്റെ ജ്യേഷ്ഠരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ വിടിവിപ്പാൻ കഴിയും, ഇനി വിടിവിച്ചില്ലേലും. ഇത്രയും പറഞ്ഞുള്ളൂ. ദൈവത്തിന്റെ അത്ഭുതകരമായ സൗഖ്യം, ദൈവത്തിന്റെ കരം എന്റെ ഉദരത്തിന്മേൽ തൊട്ടു, എനിക്ക് സൗഖ്യം ലഭിച്ചു. ദൈവമക്കളെ, നമുക്ക് കഷ്ടത വരുത്തുന്നത് എന്തിനാണെന്നറിയാം? നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന അറിയാൻ. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വായിക്കുന്ന ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തിനാ കഷ്ടത വരുന്നത്? നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന അറിയാനാ. അവൻ നിന്നെ താഴ്ത്തും, പ്രൈസ് ദി ലോർഡ്, നിന്നെ വിശപ്പിക്കും. നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന അറിയാനാ. ദൈവത്തിന്റെ കൽപ്പന നീ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ചറിയാനാ. ആ പരീക്ഷ വരുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ ഓടിപ്പോയാലേ, ദൈവത്തിൽ ആശ്രയം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാലേ, സ്തോത്രം, നിന്റെ ഹൃദയത്തിൽ അത് ആഗ്രഹമൊന്നും. സ്തോത്രം. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന്റെ കൃപയാ. ഞാൻ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ വിടുവിപ്പാൻ കഴിയും. വിടുവിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ കാര്യം എന്നെ തൊട്ടു. പെട്ടെന്ന് സ്റ്റോപ്പായി വേദന മാറി. പെട്ടെന്നൊരു മയക്കം ഉണ്ടായി. കാരണം 3 പകലും 2 രാത്രിയും ഉറങ്ങിയിട്ടില്ല. രാവേദ പകലാന്ന് അറിയത്തില്ല. അതുപോലെ കഷ്ടപ്പെട്ട് എനിക്ക് ആശ്വാസവും സൗഖ്യം കിട്ടിയപ്പോൾ ചെറിയൊരു മയക്കം ഉണ്ടായി. ആ മയക്കത്തിൽ എന്റെ ദൈവത്തിന്റെ ശബ്ദം ഞാൻ എന്റെ ചെവിയിൽ കേട്ടു. ഹല്ലേലൂയ. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. ഈ തീ അനേകരെ ദഹിപ്പിച്ചിട്ടുണ്ട്. ഈ രോഗം വന്ന് അനേകര് മരിച്ചിട്ടുണ്ട്. ഈ രോഗത്തിന് എന്നെ കൊല്ലുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടിച്ച ദൈവത്തിന് സൃഷ്ടിയുടെ കേടുപാട് വെക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദൈവശബ്ദം കേട്ടപ്പോൾ ആ കാര്യം എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, പപ്പ, ഈ രോഗത്തിൽ ഞാൻ മരിക്കത്തില്ല, കർത്താവ് എന്നെ സൗഖ്യമാക്കി. ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു. കർത്താവിന്റെ കൃപയാൽ സൗഖ്യമായി ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ട്രാക്റ്റും ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ പ്രവർത്തനത്തിന് ഇറങ്ങി. എനിക്ക് അന്നും ഇന്നും കൃപയാൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്രാക്റ്റ് വിതരണം. ഭവനങ്ങളിൽ കയറി സുവിശേഷം അറിയിക്കുക, വ്യക്തികളോട് സുവിശേഷം പറയുക. കർത്താവ് എന്നെ അതിനുവേണ്ടി കണ്ടതാ. സ്തോത്രം. അതുകൊണ്ട് അതാ എനിക്കൊരു വലിയൊരു അനുഗ്രഹവും ആശ്വാസവും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സ്തോത്രം. കർത്താവ് ഏൽപ്പിച്ച വേല ചെയ്യുന്നതാണല്ലോ, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കാര്യം. കർത്താവിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ നമുക്ക് സമാധാനവും സ്വസ്ഥതയും ഹല്ലേലൂയ ദൈവീ ആനന്ദവും സന്തോഷവും ഉണ്ട്. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്നത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് ഞാൻ ട്രാക്റ്റുമായിട്ട് ഇങ്ങനെ, പിന്നെ അവിടെ മലകളും കുന്നുകളും ഉള്ള സ്ഥലമാണ്, ഒത്തിരി കുന്നും കയറ്റങ്ങളും ഒക്കെയാ. എന്നാൽ അവിടെയൊക്കെ ഞാൻ ഈ ട്രാക്റ്റുമായിട്ട് പോയി. പ്രഗ്നന്റ് ആണെന്ന് ഓർക്കണം. സ്തോത്രം. എന്നാൽ 7-ാം മാസത്തിൽ കയറി പെട്ടെന്ന് ടൈഫോയിഡ് കയറി പിടിച്ചു. ടൈഫോയിഡ് കയറി പിടിച്ചപ്പോ അത് കഠിനമായി. അത് ഇതുപോലെ മണ്ണത്തോട് ഞാൻ മല്ലടിച്ചു. സ്തോത്രം. അപ്പം ആദ്യത്തെ ഈ രോഗാവസ്ഥയിലും സൗഖ്യത്തിന്റെ അവസ്ഥയിലും ഒക്കെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കത്തോലിക്ക ഒരു അമ്മച്ചി ഉണ്ട്. അമ്മച്ചി എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരും. അവരുടെ സ്ഥലമാണ് ഞങ്ങൾ ചർച്ചിന് വേണ്ടി വാങ്ങിച്ചത്. അതുകൊണ്ട് ആ അമ്മച്ചി എപ്പോഴും നമ്മളുമായിട്ട് വളരെ സ്നേഹത്തിൽ എപ്പോഴും വരും. ആ അമ്മച്ചി വന്നേച്ച് പറഞ്ഞു, അയ്യോ, ഗർഭിണികൾക്കൊന്നും വരരുതാത്ത അസുഖമാണ് ഈ അപ്പൻഡിസൈറ്റിസും ടൈഫോയിഡും ഒക്കെ. അപ്പം ഇതൊക്കെ വന്ന കുഞ്ഞിന് കേടായി, ആ കുഞ്ഞിന് വല്ല കുഴപ്പവും വരും. എന്താണ് ഈ പ്രാർത്ഥിക്കുന്നവർക്ക് ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഉടനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? ദൈവം എന്നോട് പറഞ്ഞു, ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും നിനക്ക് വരം ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കൃപയാൽ
ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, കർത്താവേ, കഷ്ടതയാകുന്ന വരം അങ്ങ് എനിക്ക് തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, കഷ്ടത നമ്മുടെ അവകാശമാ. കർത്താവ് കഷ്ടങ്ങളിൽ തികഞ്ഞവനാ. അവന്റെ കാന്തയാന്ന അവന്റെ യോഗ്യത നമുക്കും വേണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വിശുദ്ധനാ, നാമും വിശുദ്ധരായിരിക്കണം. കർത്താവ് കഷ്ടങ്ങളിൽ തികഞ്ഞവനാ, നാമും അവന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകണം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്നതോർന്ന് സന്തോഷിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കഷ്ടത മാറണേന്നല്ല, സഹിപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി ചോദിച്ചാൽ മതി. അപ്പൊ കർത്താവ് സൗഖ്യവും തരും, സമാധാനവും തരും, വിടുതലും തരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സമയത്ത് ദൈവം പൂർണ്ണമായി നമ്മളെ ആരോഗ്യപ്പെടുത്തി ബലപ്പെടുത്തി എഴുന്നേൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൻഡിസൈറ്റിസിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഞാൻ അത് പൂർണ്ണമായിട്ട് പറയാൻ ഒരു വാക്കും കൂടെ പറയണം, എന്നാലേ അത് പൂർണ്ണമാകുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സൗഖ്യമാക്കിയ കാര്യം ഞാൻ പറഞ്ഞു. എന്നാൽ പിറ്റേ ദിവസം ഞാൻ സൗഖ്യമായതിന്റെ പിറ്റേ ദിവസം എന്റെ ചർച്ചിലെ ഒരപ്പച്ചനും അമ്മച്ചിയും ചില സഹോദരിമാരും കൂടെ എന്നെ കാണാൻ വന്നു. അവര് വന്നത് വേറൊന്നിനുമല്ല, എനിക്ക് എന്തോ വയ്യാഴിയാന്നറിയാം, എന്തോ അസുഖം അവർക്കറിയത്തില്ല. എന്നാൽ അവര് വന്നപ്പോ ആ അപ്പച്ചൻ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു വെളിപ്പാട്. സ്തോത്രം. എനിക്ക് സൗഖ്യമായെന്ന് മാത്രമേ എനിക്കറിയാവുള്ളൂ. എന്റെ ഉദരത്തിൽ എന്താണ് ദൈവം മാറ്റം വരുത്തിയെന്ന് എനിക്കറിയത്തില്ല. സൗഖ്യമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയെന്ന് മാത്രം അറിയാം. എന്നാൽ അദ്ദേഹം കണ്ട കാഴ്ച എന്താണെന്നറിയാമോ ദൈവമക്കളെ? മുഴുത്ത നാരങ്ങയുടെ വലിപ്പത്തിൽ ഒരു സാധനം എന്റെ വയറ്റിൽ പഴുത്തു വന്നു. ബലൂണിന്റെ കാറ്റഴിച്ച് വിടുമ്പോ അത് ചൊങ്ങുന്നത് പോലെ ദൈവത്തിന്റെ കരം തൊട്ടപ്പോൾ അത് ചൊങ്ങി കൊടലിന്റെ അറ്റത്തോട് ചേർന്നു. ഇതാ കണ്ട വെളിപ്പാട്. എത്ര കറക്റ്റാ. എനിക്ക് അപ്പൻഡിസൈറ്റിസ് ആയിരുന്നെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. സ്തോത്രം. എന്നാൽ ആന്തരിക അവയവത്തിൽ വന്ന സൗഖ്യം എങ്ങനെ, മാറ്റം എങ്ങനെയെന്ന് ദൈവം വെളിപ്പെടുത്തി. നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലതും സാധ്യം. മരുന്നില്ലാതെ, വൈദ്യനില്ലാതെ, മുറിവില്ലാതെ, ബ്ലഡ് പോകാതെ, പൈസ ചെലവാക്കാതെ യേശുവിന്റെ സൗഖ്യം സൗജന്യമാണ്. ഹല്ലേലൂയ. എനിക്കും ദോഷം വന്നില്ല, ഉദരത്തിൽ കിടന്ന കുഞ്ഞിനും ഒരു കുഴപ്പവും വന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ടൈഫോയിഡ് വന്നപ്പോൾ ഈ അമ്മച്ചിയുടെ ചോദ്യം, അതിന് ദൈവം എനിക്ക് മറുപടി തന്നു. ക്രിസ്തുയേശു വിശ്വസിപ്പാൻ മാത്രമല്ല, അവനൊരു കഷ്ടം അനുഭവിപ്പാനും ദൈവം എനിക്ക് വരം നൽകിയിരിക്കുക. അവിടെ കഷ്ടതയാന്ന വരം തന്നതിന് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്. കഷ്ടത നമ്മുടെ അവകാശമാണ്. എന്നാൽ അത് കഴിഞ്ഞു ഒരാഴ്ച കൂടി ആയപ്പോൾ ദൈവത്തിന് സ്തോത്രം, എനിക്ക് പനി ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. തലവെട്ടിൽ വർദ്ധിച്ചു വരികയാണ്. സ്തോത്രം. തലവെട്ടി പൊളക്കുക, തലയോട്ട് ഇങ്ങനെ ഇളകി പോവുക. അതുകൊണ്ട് തലയോട്ട് ഇളകാതിരിക്കാൻ വേണ്ടി ഞാൻ ആ വേദന വരുമ്പം തോർത്ത് നനച്ച് വലിച്ചു മുറുക്കി തലയെ കെട്ടും. ഒരു തോർത്ത് നനച്ച് കെട്ടുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് ആ തോർത്ത് ഉണങ്ങും. അത്രമാത്രം കഠിനമായ ചൂടും അസ്വസ്ഥതകളുമായിരുന്നു. അപ്പൊ വേറൊരു തോർത്ത് വെള്ളത്തിൽ ഇട്ടിരിക്കുക. ആ തോർത്ത് വിടിഞ്ഞ് അത് തല കെട്ടും. അങ്ങനെ മാറി മാറി തല വെട്ടി പൊളക്കുമ്പോൾ ഇത് തല കെട്ടിക്കൊണ്ടിരിക്കുക. ദൈവമക്കളെ, അങ്ങനെ ഇരുന്ന് ഒരു ദിവസം എൻ്റെ മദർലോ എന്നോട് ചോദിച്ചു. മദർലോ എന്നെ ശുശ്രൂഷിക്കുന്നത്. മദർലോ എന്നോട് ചോദിച്ചത്, നിന്റെ മുറിയുടെ വാതുക്ക വരുമ്പം അടുപ്പുങ്കല ചൂടാ, അങ്ങനെയാണെങ്കിൽ നിന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് എന്തുമാത്രം ചൂട് അനുഭവിക്കുന്ന ആ കുഞ്ഞിനെ കിട്ടുമോ എന്ന് ചോദിച്ചു. അതിന് മുമ്പ് ഒരു കുഞ്ഞ് മരിച്ചുപോയെന്ന് ഓർക്കണം. പിന്നെ അച്ഛൻ വളരെ പ്രാർത്ഥിച്ച് ദൈവം കൊടുത്ത രണ്ടാമത് അവക്കൊരു കൂടപ്പുറപ്പിന്. അപ്പം ഇതിനെ കിട്ടുമോ എന്നുള്ള ചോദ്യം അമ്മച്ചി പറഞ്ഞപ്പോൾ എനിക്ക് ഓരോ ഉറപ്പുണ്ട്, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ദൈവം ഒരു ദോഷവും വരുത്തുകയല്ല. എങ്കിലും അമ്മച്ചി ഇത് പറഞ്ഞു. അന്നേരമൊക്കെ വൈദ്യുതി നല്ല അനക്കമുണ്ട്. 7 മാസമായില്ലേ, നല്ല അനക്കമുണ്ട്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു ദിവസം കുഞ്ഞനങ്ങിയില്ല. അപ്പൊ അമ്മച്ചി പറഞ്ഞ വാക്ക് എന്റെ മനസ്സിൽ വന്നു. 2 ദിവസമായി കുഞ്ഞനങ്ങുന്നില്ല. 2 ദിവസം കുഞ്ഞനങ്ങാതെ വന്നപ്പോൾ മറ്റസ്വസ്ഥതകളൊന്നുമില്ല, ടൈഫോയിഡിന്റെ അസ്വസ്ഥത മാത്രമേ ഉള്ളൂ. പക്ഷേ 2 ദിവസം കുഞ്ഞനങ്ങാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അനക്ക ഇല്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ടെൻഷൻ കയറും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാതെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പ, അച്ഛ ഒരു പെൺകുഞ്ഞല്ലേ, നമുക്കൊരു ആൺകുഞ്ഞ് വേണം, നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കും, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഒരാൺകുഞ്ഞിനെ തരും. ഇനിയല്ല, ദൈവം ഒരു പെൺകുഞ്ഞിനെ തരുന്നെങ്കിൽ
ആണാണേലും പെണ്ണാണേലും ഇതിനെ കേട് കൂടാതെ ദൈവം തന്നാൽ ഇതിന് ദൈവ വേലയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന് സമർപ്പിച്ചാലേ ഈ കുഞ്ഞിനെ കിട്ടത്തുള്ളൂ. എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അനക്കം അല്പം കുറവാണ്. അതേപോലും 2 ദിവസമായിട്ട് കുഞ്ഞിന് അനക്കമേ ഇല്ല. അപ്പൊ അമ്മച്ചി പറഞ്ഞ വാക്കുകളൊക്കെ എന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞു. എന്നാൽ ആ നെഗറ്റീവിനെ ഞാൻ പോസിറ്റീവ് ആക്കിക്കൊണ്ട് പറഞ്ഞു ഹല്ലേലൂയ. എന്ന കർത്താവിന്റെ കൃപയാൽ കർത്താവിന്റെ ദാസനും ഞാനും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു, തീരുമാനമെടുത്തു. കർത്താവേ, ഇതിനെ കേടുകൂടാതെ തന്നാൽ ഇതിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കും എന്ന് പറഞ്ഞു സമർപ്പിച്ചു. കർത്താവിന്റെ കൃപയാൽ പപ്പ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് മാറി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെറിയൊരു അനക്കം എന്റെ വയറ്റിൽ വന്നു. ഹല്ലേലൂയ. കൈപ്പത്തി പോലുള്ള മേഘം, പ്രൈസ് ദി ലോർഡ്. ചെറിയ മേഘം വലിയ മഴയുടെ മുഴക്കമായ ഏരിയാവ് മനസ്സിലാക്കിയതുപോലെ ചെറിയ ഒരനക്കം. 2 ദിവസം അനങ്ങാതിരുന്നിടത്ത് ചെറിയ അനക്കം. ആ അനക്കത്തെ ഞാൻ വലിയ അനക്കമായി. ഹല്ലേലൂയ. വിശ്വസിച്ചു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ അനക്കം വന്നു. പിന്നെ കുഴപ്പമില്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോയി. ഡിസംബറിലാണ് എനിക്ക് ടൈഫോയിഡ് വരുന്നത്. അങ്ങനെ പിറ്റേ ആഴ്ച ആയപ്പോൾ ഡിസംബർ 31 അടുത്ത് വരുന്തോറും ടൈഫോയിഡ് കഠിനമായി വരിക. സ്വത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛാമോൾ സ്കൂളിൽ പോയി, പപ്പ വിസിറ്റിങ്ങിന് പോയി. അമ്മച്ചി മാത്രമേ ഉള്ളൂ. അമ്മച്ചി അടുക്കള, പിന്നെ ഒരു റൂമ്, പിന്നെ ഹോള. എന്നാൽ ആ റൂമിൽ ഞാൻ തനിയെ കിടക്കുമ്പോൾ എൻ്റെ അടുക്കൽ ആരുമില്ല. അമ്മച്ചി അടുക്കളയിൽ പോവാ. പെട്ടെന്ന് ഒരു അജാന ഭാഗമായ ഒരു രൂപം എൻ്റെ അടുക്ക വന്നു. മരണദൂതൻ വന്നിട്ട് എന്റെ വലത്ത് കയ്യിലോട്ട് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, പുതിയ വർഷം ഞാൻ നിന്നെ കാണിക്കത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറയുകയും എന്റെ കണ്ണ് മറിഞ്ഞുപോയി, എന്റെ നാവ് ഇറങ്ങിപ്പോയി, എന്റെ ശരീരം തളർന്നതുപോലെയായി. കൈ ഒന്നും അനക്കാൻ വയ്യാതെ ഇരിക്കുമ്പോൾ ഒന്ന് കൊട്ടാൻ പോലും പറ്റത്തില്ല. ഒരു സൗണ്ട് കേൾപ്പിക്കാൻ അമ്മച്ചി ഒന്ന് വിളിക്കണമെങ്കിൽ കൊട്ടുവോ സംസാരിക്കുകയോ ചെയ്യണം. നാവുമില്ല, ഒന്നുമില്ല. എൻ്റെ അടുക്കൽ ആരുമില്ല. എന്നാൽ നിശ്ചലമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ പുതിയ വർഷം ഞാൻ നിന്നെ കാണിക്കത്തില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഞാൻ ഇപ്രകാരം പറഞ്ഞു, മരണത്തെയും പാതാളത്തെയും ജയിച്ച നസ്രേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ മരണത്തിന്റെ മേൽ ജയമെടുക്കുന്നു. നീ പോ സാത്താനെ എന്ന് പറയുകയും, പ്രൈസ് ദി ലോർഡ്, ഈ ശക്തി എന്നെ വിട്ടു. എന്റെ കണ്ണ് നേരെ വന്നു, എന്റെ നാവ് നേരെ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവവചനം എത്ര സത്യമാണെന്നറിയാം. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാളവേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നെങ്കിൽ ജീവിത അനുഭവത്തിൽ വരുമ്പോഴാണ് ആ വചനത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 23-ാം സങ്കീർത്തനത്തിൽ ഭക്തനായ ദാവീദ് പ്രകാരം പറയുന്നു, കൂരിരുൾ താഴ്വരെ കൂടി നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലുവനെ ആശ്വസിപ്പിക്കുന്നു. മരണത്താഴ്വരയിൽ ഇറങ്ങിപ്പോകേണ്ട സന്ദർഭം, സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ മരണത്താഴ്വരയിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. കൂരിൽ താഴ്വര കൂടെ നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. അനർത്ഥമൊന്നും വ്യസനകാലമായി തീരാതെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ വലിയ കരുണയാൽ, വലിയ കൃപയാൽ ആ മരണഘട്ടത്തിൽ നിന്ന് ദൈവനെ വിടുവിച്ചു. ടൈഫോയിഡ് മാറിയില്ല, മരണഘട്ടം മാറി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവമക്കളെ, 31 എന്ന് പറയുന്നത് ശത്രു പറഞ്ഞ ഡേറ്റാ. പുതിയ വർഷം ഞാൻ നിന്നെ കാണിക്കില്ല. ഞാൻ 31-ാം തീയതി ആണ്ടർതി യോഗത്തിന് ഞങ്ങളുടെ ചർച്ചിലുകാര് എല്ലാവരും വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരമ്മച്ചി ഒരു മോളും കൂടെ എൻ്റെ അടുക്കിലേക്ക് വന്നേച്ചു പറഞ്ഞു, ആന്റി ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ചോളാം. പ്രൈസ്. കാരണം പാസ്റ്റർമാരുടെ വീടുകളിൽ വന്നാൽ വിശ്വാസികൾ ആരും പ്രാർത്ഥിക്കത്തില്ല. അച്ഛന്മാരുടെ വീട്ടിൽ പോയാലും
ജനം പ്രാർത്ഥിക്കത്തില്ല. കാരണം എന്നാ? അവരച്ഛനല്ലേ, ഇത് പാസ്റ്ററല്ലേ, അവര് വലിയ ആൾക്കാർ, നമ്മൾ താഴ്ന്ന ആൾക്കാർ. അങ്ങനെയല്ല ദൈവമക്കളെ. നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും ഏത് രോഗികളായിട്ട് കിടക്കുന്നോ ആ രോഗികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നത് അവർക്കൊരു ആശ്വാസം, അനുഗ്രഹം. പക്ഷെ അവര് പറയത്തില്ല പ്രാർത്ഥിക്കാൻ. നമ്മുടെ കടമയാണ് പ്രാർത്ഥിക്കാന്ന്. പ്രാർത്ഥിച്ചിട്ട് പോരുമ്പോൾ അവർക്കത് സൗഖ്യമാവും, ആശ്വാസവും. ഒരു പാട്ട് പാടിയാലും അവർക്കൊരു ആശ്വാസമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നോടെ പറയുന്നത്. എന്നാൽ ദൈവമക്കളെ, ദൈവം ചെയ്ത് കേൾക്കണോ? ഞാൻ ഈ ടൈഫോയിഡ് അതികഠിനമായിരിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു പാട്ടാണ്. ആ പാട്ട് തന്നെ ഈ അമ്മച്ചിയും മകളും കൂടെ പാടുക. എന്നാന്നറിയാമോ? നിന്റെ പാദ പീഠമെന്റെ വൈദ്യശാലയാ, അതിൽ ഉണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ഹല്ലേലൂയ. ആ വരികൾ അവർ പാടി, ഞാനും ചേർന്ന് പാടി. ആത്മാവിന്റെ ഐക്യത അവിടെ വെളിപ്പെട്ടു. ഞാൻ ആഗ്രഹിച്ചു കൊതിച്ചിരുന്ന പാട്ട്, ദൈവാത്മാവ് എനിക്ക് തന്ന പാട്ട് തന്നെ അവർ പാടിയപ്പോൾ അവിടെ ഐക്യത വെളിപ്പെട്ടു. ബൈബിൾ പറയുന്നു, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിപ്പീൻ. ഈ ഭൂമി രണ്ടുപേർ ഐകമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിനാ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. ആ പാട്ടിൽ തന്നെ ഐക്യത വന്നു. ദൈവമക്കളെ, പാട്ടിൽ ഐക്യത, പ്രാർത്ഥനയിൽ ഐക്യത, ആത്മാവിന്റെ ആരാധനയിൽ ഐക്യത. ഐക്യത എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്, വിജയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമി രണ്ടുപേർ ഐകമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും പിതാവ് തന്നെ മഹത്വപ്പെടേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. അങ്ങനെ ഐക്യത അവിടെ വെളിപ്പെട്ടു. ആ ദൈവദാസി മലയാളത്തിൽ പ്രാർത്ഥിച്ചു. അവർ മലയാളത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കുവാനുള്ള കൃപയിൽ, ആത്മാവിന്റെ നിയോഗത്തിൽ ഈ ടൈഫോയിഡിനെ ശാസിക്കുവാൻ ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു. ആ ആത്മനിയോഗത്തോടെ ഞാൻ ഇപ്രകാരം പറഞ്ഞു, ടൈഫോയിഡ് എന്ന ഈ രോഗബന്ധനത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു എന്ന് പറയുകയും എന്റെ തലയുടെ ഉച്ചിയിൽ നിന്ന് ഒരു കുഞ്ഞു ബോൾ പോലൊരു സാധനം ഉരുണ്ട് കാലുവഴി നിലത്ത് പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പോഴും ഈ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരെനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവരുടെയും വിഷയങ്ങൾ, നമ്മൾ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ വിടുവിച്ചു. ഞാൻ ഈ സാക്ഷ്യം പറയാൻ ഇങ്ങനെ തിടുക്കത്തിൽ നിൽക്കുക. കർത്താവ് വിടുവിച്ചത് പറയാൻ സ്വതന്ത്രം. ഏതായാലും ആ ദൈവദാസി പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവിന്റെ രോഗബന്ധനത്തെ അയച്ചു. ദൈവമക്കളെ, ഈ കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. രോഗവുമുണ്ട്, രോഗബന്ധനവുമുണ്ട്. രോഗത്തിന് ചികിത്സ ഫലിക്കും, രോഗബന്ധനത്തിന് ഒരിക്കലും ചികിത്സ ഫലിക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. രോഗബന്ധനത്തിന് ചികിത്സയില്ല. എല്ലാ ആശുപത്രികളിലും പോയാലും ഏത് പ്രഗത്ഭന്മാരെ നോക്കിയാലും വിടുതലില്ല. എന്നാൽ രോഗത്തിനാണെങ്കിൽ സൗഖ്യം കിട്ടും, രോഗത്തിനാണെങ്കിൽ മെഡിസിൻ പറ്റും, രോഗസൗഖ്യത്തിന് പറ്റും. ഈ രോഗബന്ധനമാണെങ്കിൽ ആരാലും സൗഖ്യമില്ല, യേശുവിനാൽ അല്ലാതെ. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, കൂനിയായ സ്ത്രീയോട് യേശു പറയുന്നത് എന്താണെന്നറിയാമോ? സ്ത്രീയേ, നിന്റെ രോഗബന്ധനം ഞാൻ അഴിച്ചിരിക്കുന്നു. യേശുവിന് മാത്രമേ അഴിക്കുവാൻ അധികാരമുള്ളൂ. യേശു അധികാരവും നമുക്ക് തന്നിട്ട് പോയിരിക്കുക. വിശ്വസിക്കുന്നവരാലെ അടയാളങ്ങൾ നടക്കും. അവർ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന് സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് എന്ത് തന്നിരിക്കുന്നു? അധികാരം തന്നിരിക്കുന്നു. ഈ അധികാരം യേശു നമുക്ക് തന്നേച്ചു പോയതാ. ആ 70 ശിഷ്യന്മാർ പോയി ശുശ്രൂഷ കഴിഞ്ഞ് വന്നപ്പോൾ യേശുവിനോട് പറഞ്ഞതാ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഈ അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുക. യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച രോഗസൗഖ്യം അവകാശമാണ്. എന്നാൽ കർത്താവ് എന്നെ അങ്ങനെ രോഗബന്ധനത്തിൽ വിടുവിച്ചു. മരണത്തിൽ നിന്ന് ദൈവനെ വിടുവിച്ചു. സ്തോത്രം. എന്നാൽ ആ സൗഖ്യം ലഭിച്ചു. ആ അമ്മച്ചി മോളും മീറ്റിങ്ങിനെ കയറി. പപ്പ വന്നപ്പോ, പപ്പ അന്നേരം അവിടെ ഇല്ലായിരുന്നു, പ്രാർത്ഥിക്കുന്ന സമയത്ത് പപ്പ അവിടെ ഇല്ലായിരുന്നു. പപ്പ വന്നപ്പോ ഞാൻ പറഞ്ഞു, പപ്പ, യേശു എന്നെ സൗഖ്യമാക്കി, അതുകൊണ്ട് എനിക്കും ഇന്ന് സാക്ഷ്യം പറയാൻ അവസരം തരാം. അപ്പൊ ഞാൻ ദിവസങ്ങളായി ഹോളിൽ കയറിയിട്ട്, ഹോള് തൊട്ടടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒരു കട്ടന്റെ തടസ്സമുള്ളൂ, കട്ടൻ മാറ്റിയ ഹോളാ. പക്ഷേ ഉള്ളോട്ട് കയറി ഇരിക്കുന്നില്ല, പനിയാ ടൈഫോയിഡായിട്ട് ഇങ്ങനെ കിടക്കും. സൂത്രം. കർത്താവിന്റെ ദാസം വന്നു.
അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെ കർത്താവിന് ബലാരാധന യോഗത്തിന് സാക്ഷ്യത്തിന് സമയമായപ്പോൾ കർത്താവിന്റെ ദാസൻ വന്ന് എന്നെ താങ്ങി എഴുന്നേപ്പിച്ച് അവിടെ കൊണ്ടേ ഇരുത്തി. ഞാനവിടെ ആ സോഫയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ സാക്ഷിയുടെ സമയത്ത് പപ്പ എന്നെ എഴുന്നേപ്പിച്ച് നിർത്തി. അധികം ഒന്നും പറയാനുള്ള ആരോഗ്യവും ബലവും ഒന്നുമില്ല, കാരണം ഭക്ഷണം കഴിക്കുന്നില്ല. ടൈഫോയിഡിന്റെ അസ്വസ്ഥതകൾ കൊണ്ട് വളരെ ബലഹീനയായിപ്പോയി, സംസാരിക്കാനൊന്നും കഴിവില്ല. എങ്കിലും ഒരു വാക്ക് പറഞ്ഞു, പുതിയ വർഷം കാണിക്കയില്ല എന്ന് ശത്രു വാദിച്ചു, എന്നാൽ മരണത്തിന് നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെയും ജയിച്ച നസ്രേനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ മരണത്തിന്മേൽ ദൈവം എനിക്ക് ജയം തന്നു. പുതിയ വർഷം കാണുവാൻ ദൈവം ഭാഗ്യം തന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. അത്രയും പറഞ്ഞ ഞങ്ങളുടെ ആരോഗ്യമേ ഉള്ളൂ. അത്രയും പറഞ്ഞ് നിർത്തി. സ്തോത്രം. എന്നാൽ ഈ ടൈഫോയിഡ് മാറിയെങ്കിലും എനിക്ക് വൊമിറ്റ് ചെയ്യാനൊരു ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പ്രഗ്നന്റ് ആവുമ്പോഴൊന്നും എനിക്ക് വൊമിറ്റിംഗ് ഒന്നും ഇല്ലാത്ത, പക്ഷെ ഈ അസ്വസ്ഥത ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോ പപ്പ എന്നെ തിരിച്ചു കൊണ്ടുപോയി കട്ടിലെ കൊണ്ട് കിടത്തി. മീറ്റിംഗ് കഴിഞ്ഞു, കത്രുമേശയുടെ സമയമായി. കത്രുമേശയുടെ സമയത്ത് കർത്താവിന്റെ ദാസന് എല്ലാവർക്കും കത്രുമേശ കൊടുത്തു. കത്രുമേശ കൊടുത്തപ്പോ എന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ദൈവമേ, ബൈബിൾ പറയുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. അയോഗ്യമായി ഇത് ഭക്ഷിച്ചാൽ നിങ്ങളിൽ പലരും രോഗികളാകും, നിദ്ര കൊള്ളും, ബലഹീനരാകും. അതിന്റെ അർത്ഥം, നീ യോഗ്യതയോടെ ഇത് ഭക്ഷിച്ചാൽ നിന്റെ രോഗം മാറും, ബലഹീനത മാറും, നീ ജീവൻ പ്രാപിക്കും. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ മേശ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ദിവസങ്ങളായി കുളിച്ചിട്ട് ബലഹീനയായി കിടക്കയിലാണ്. എന്നാൽ കർത്താവിന്റെ ദാസൻ എല്ലാവർക്കും കത്രുമേശ കൊടുത്തിട്ട് ലാസ്റ്റിൽ അദ്ദേഹം കഴിക്കുന്നതിന് മുൻപേ എന്റെ റൂമിലേക്ക് വന്നു, എന്നെ താങ്ങി എഴുന്നേപ്പിച്ചിരുത്തി. കർത്താവിന്റെ മേശയുമായ അദ്ദേഹം വന്ന് ഈ അപ്പത്തിൽ നിന്ന് ഞാൻ അല്പം എടുത്തു വായിലേക്ക് വെക്കുമ്പോൾ, ദൈവമക്കളെ, അത്ഭുതകരമായ വിടുതൽ ദൈവം എനിക്ക് തന്നു. എന്ന് പറഞ്ഞാൽ ആ വൊമിറ്റ് ചെയ്യണമെന്നുള്ള ടെൻഡൻസി മാറി. പ്രത്യേകമായ ഒരു ആരോഗ്യം, ജീവൻ, ബലം, ആരോഗ്യവും രോഗശാന്തിയും ആ നിമിഷത്തിൽ എനിക്ക് ലഭിച്ചു. ജീവൻ പ്രാപിച്ചു. വൊമിറ്റ് ചെയ്യുന്ന ടെൻഡൻസി മാറി. കർത്താവ് പൂർണ്ണ ആരോഗ്യം, ബലം തന്നു, കൃപയാ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് പിടിവിച്ചു. എന്നാൽ സൗഖ്യമായി. അതിനുശേഷമായിട്ട് കർത്താവ് ആരോഗ്യത്തോടെ, ബലത്തോടെ, കൃപയാൽ എന്നെ നടത്തി. ഫെബ്രുവരി മാസം 2-ാം തീയതി എന്റെ അമ്മ എന്നെ പ്രസവത്തിന് മണറാട്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സ്തോത്രം. 27-ാം തീയതി എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ ദൈവം ദാനം ചെയ്തു. ഇപ്പോൾ അവൾ വിവാഹിതയാണ്, കർത്താവിന്റെ വേലയും ചെയ്യുന്നു. അപ്പോൾ തന്നെ അവിടെ ഭർത്താവ് ഡോക്ടറാണ്. അവരും കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുകയും കർത്താവിന്റെ വേല ചെയ്യുകയും ചെയ്യുന്നു. അവർ കുടുംബമായി ദൈവം അവർക്ക് കൊടുത്ത കൃപയ്ക്കനുസരിച്ച് അവർ രണ്ടുപേരും ദൈവിക വേലയിലും ശുശ്രൂഷയിലും അപ്പോൾ തന്നെ ജോലിയോടുള്ള ബന്ധത്തിലും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ അവളും പ്രഗ്നന്റ് ആണ്. അവളെ ഓർത്തും ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവരെ കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പം അങ്ങനെ ആ വിടുതൽ ലഭിച്ചു, സൗഖ്യമൊക്കെ ലഭിച്ചു കഴിഞ്ഞ് സ്തോത്രം. പിന്നെയും ഞാൻ ഇങ്ങനെ കർത്താവിന്റെ വേല, കർത്താവ് തന്ന കൃപയ്ക്ക് അനുസരിച്ച് കർത്താവിന്റെ സാക്ഷ്യം ഇന്നും വഹിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം എന്നെ ധാരാളമായി ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ എല്ലാ വർഷവും ഡിസംബർ ആകുമ്പോൾ എനിക്കൊരു പനി വരും. അല്ലാത്തപ്പോഴൊന്നും പനിയും വരുന്നില്ല. ഈ സൗഖ്യം ലഭിച്ചതിന് ശേഷം നീണ്ട വർഷങ്ങൾ എനിക്ക് പനി വന്നുകൊണ്ടേയിരുന്നു. ഡിസംബറിൽ മാത്രം ഈ പനി വരുമ്പോൾ ഇതെന്നെ ദൈവം ഓർപ്പിക്കാനായിരിക്കാം. കാരണം ആ പനി വരുമ്പോൾ ഞാൻ പറയോ, കഴിഞ്ഞ എന്റെ ദൈവമേ, ടൈഫോയിഡ് വന്ന സമയമാണ്. എന്റെ ദൈവം എന്നെ അതിൽ നിന്ന് വിടുവിച്ചല്ലോ, മരണത്തിൽ നിന്ന് വിടുവിച്ചല്ലോ, ടൈഫോയിഡിൽ നിന്ന് വിടുവിച്ചല്ലോ, ആരോഗ്യന്റെ സൗഖ്യം തന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ദൈവമക്കളെ, അങ്ങനെ നീണ്ട വർഷങ്ങൾ ഈ പനി വന്നുകൊണ്ടിരുന്നു. 2014 വരെ ഈ പനി. 2014 പനി വന്നു, തൊണ്ടവേദനയായി, അലസലായി. അന്ന് അച്ചാമ്മള് ബാംഗ്ലൂരാണ്. അവൾ അവിടെ നിന്ന് വന്നിട്ടുള്ള സമയമുണ്ട്. അവള് ഞങ്ങൾക്ക് അന്നേരം വീട് മാറേണ്ട സമയമായി. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലേക്ക് പോകാൻ, അടുത്ത വീട്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ എല്ലാ സാധനം കെട്ടിപ്പെറുക്കുന്ന സമയം, തിരക്ക് പിടിച്ചൊരു സമയം. ആ സമയത്ത് എനിക്ക് ഇങ്ങനെ വിഷമം വന്നത്. ജനുവരി മുതൽ ഞങ്ങൾക്ക് അവിടെ പോയി താമസിക്കണം.
അപ്പം ഞാൻ അങ്ങനെ അസ്വസ്ഥയിൽ കിടക്കുമ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു, മമ്മി ഈ തൊണ്ടവേദനയ്ക്ക് നല്ലതാ, ഉപ്പുവെള്ളം ചൂടാക്കി കവക്കൊള്ളുവാണ്, നല്ലതാണെന്ന് പറഞ്ഞു. കൃപയാ ഞാൻ അതിന് മുമ്പും ചെയ്തിട്ടില്ല, അത് കഴിഞ്ഞും ചെയ്തിട്ടില്ല. എന്നാൽ ഇവള് പറഞ്ഞു അത് നല്ലതാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. ഏതായാലും കൂടെ ഞാൻ പറഞ്ഞു വേണ്ട മോനെ എന്ന് പറഞ്ഞു. ഇല്ല മമ്മി അത് മരുന്നൊന്നുമില്ല, പിന്നെ ഉപ്പും വെള്ളമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത് ചൂടാക്കുന്നതല്ലോന്ന്. എന്നാ കൊച്ചു പറഞ്ഞല്ലേ, എന്നാ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ദൈവമേ കൃപയാൽ അവൾ അത് ചെയ്തു തന്നു. പക്ഷേങ്കിൽ തൊണ്ടവേദന അതുവരെ എനിക്ക് ഉമ്മുനീര് ഇറക്കത്തില്ലെന്നേ ഉള്ളായിരുന്നു, മിണ്ടായിരുന്നു. എന്നാൽ ഈ ഉപ്പുവെള്ളം കവക്കൊണ്ട് കഴിഞ്ഞപ്പോൾ മിണ്ടാനും മേല, ഉമ്മുനീരും ഇറക്കാൻ പറ്റത്തില്ല, മിണ്ടാനും വയ്യാത്ത അവസ്ഥയെ. കാരണം എല്ലാവർക്കും പറ്റും, എനിക്ക് പറ്റത്തില്ല. കൃപയാൽ സ്തോത്രം, ഞാൻ അതികഠിനമായ വേദന കഷ്ടപ്പെട്ടു. അസ്വസ്ഥത വന്നു, മിണ്ടാനും മേല, ഉമ്മുനീരിറക്കാൻ മേല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആ ഉപ്പുവെള്ളം കവക്കൊണ്ട് എന്റെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്റെ ദൈവം എന്നോട് ക്ഷമിക്കണം, ഇനി മേലാ ഞാൻ ചെയ്യത്തില്ലെന്നോ. സ്തോത്രം. ദൈവമക്കളെ, യേശുവിനോട് പറഞ്ഞെന്താണെന്നറിയാമോ? സ്തോത്രം. ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ ഇടപെടുക, ദൈവാത്മാവിനോട് സംസാരിക്കുക. യെശയ്യാപ്രവചനം 53:4. ഹല്ലേലൂയ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു, നമ്മുടെ വേദന ചുമന്നു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുക. ക്രൂശിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് അടിയുടെ ആവശ്യമില്ല, അടിക്കുന്ന ഒരു വ്യക്തിയെ ക്രൂശിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എന്റെ യേശു എന്തിന് അടിയേറ്റു? നമ്മുടെ രോഗശാന്തിക്ക് വേണ്ടി, മാനവജാതിയുടെ രോഗസൗഖ്യത്തിന് വേണ്ടി. പാപത്തിനും ശാപത്തിനുമായി യേശു ക്രൂശിൽ മരിച്ചെങ്കിൽ അവൻ അടിയേറ്റത് രോഗശാന്തിക്ക് വേണ്ടി എന്ന് യെശയ്യാപ്രവചനം 53:4-5 വാക്യം നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ സാക്ഷാൽ മാനവജാതിയുടെ രോഗം മുഴുവനും യേശു വഹിച്ചു. ഇന്ന് ഈ മാനവജാതി അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും, കണ്ടുപിടിച്ച രോഗങ്ങളും കണ്ടുപിടിക്കാത്ത രോഗങ്ങളും പേരില്ലാത്ത രോഗവും ഇനി വരാൻ പോണ രോഗവും, ഹല്ലേലൂയ, എല്ലാറ്റിനും വേണ്ടി യേശു ഈ രോഗങ്ങളെ മുഴുവൻ വഹിച്ചു. മാനവജാതി അനുഭവിക്കുന്ന സകല രോഗങ്ങളെ എന്റെ യേശു വഹിച്ചു. മാനവജാതി അനുഭവിക്കുന്ന സകല വേദനകളും എന്റെ യേശു ചുമന്നു. ശാരീരിക വേദന, മാനസിക വേദന, പ്രാണവേദന എല്ലാം എന്റെ യേശു അനുഭവിച്ചു. എന്തിന്? നമ്മെ അതിൽ നിന്ന് വിടുവിക്കുവാൻ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു, നമ്മുടെ വേദനകളെ യേശു ചുമന്നു. യേശുവിന്റെ അടിപ്പിണരുകളാ നമുക്ക് സൗഖ്യം വന്നിരിക്കുക. അതുകൊണ്ട് നാം രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു പുറത്ത് അടിയേറ്റത് വിശ്വാസത്തിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഏത് രോഗത്തെയും യേശു സൗഖ്യമാക്കും. നിന്റെ വിശ്വാസത്തിനനുസരിച്ചാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. എന്താ വിശ്വസിക്കേണ്ടേ? എന്റെ യേശു എന്നെ സൗഖ്യമാക്കും. അങ്ങനെ യേശുവിന്റെ അടുക്കൽ വിശ്വാസത്തോടെ വന്നവരെല്ലാം സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. സ്തോത്രം. നിനക്ക് എത്ര പാരമ്പര്യമായി വർഷങ്ങളായിട്ടുള്ള രോഗമാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഒറ്റ നിമിഷം മതി യേശുവിന് സൗഖ്യമാക്കാൻ. നമുക്കറിയാം, 12 വർഷമായതും 38 വർഷമായതും ഒക്കെ യേശു സൗഖ്യമാക്കി. പിറവിയിലെ കുരുടനെ, ഹല്ലേലൂയ, ജന്മനാരോഗ്യായവനെ ഒക്കെ കർത്താവ് സൗഖ്യമാക്കി. യേശുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവൻ നിലവിളിച്ച യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. അതുകൊണ്ട് കർത്താവ് സഹായിക്കും. ദൈവമക്കളെ, അങ്ങനെ കൃപയാൽ ആ കർത്താവ് എന്നെ സൗഖ്യമാക്കി. അത്ഭുതകരമായ സൗഖ്യം കിട്ടി. ഞാനറിയോ, ഈ വാക്യം ഞാൻ 3 പ്രാവശ്യം പറഞ്ഞ് തൊണ്ടേ കൈവച്ചു. ഏതാ? സാക്ഷാൽ എന്റെ രോഗങ്ങളെ എന്റെ യേശു വഹിച്ചു, എന്റെ വേദനകൾ എന്റെ യേശു ചുമന്നു, യേശുവിന്റെ അടിപ്പിണരാ സൗഖ്യം എന്ന് പറഞ്ഞു 3 പ്രാവശ്യം ഈ വാക്യം പറഞ്ഞ് തൊണ്ടേ കൈവച്ചു. അത്ഭുത വിടുതൽ ലഭിച്ചു. ഇങ്ങനൊരു വേദന വന്ന് ഓർമ്മ പോലും ഇല്ലാത്ത രീതി പൂർണ്ണ സൗഖ്യം. അപ്പൊ ഞാൻ പറഞ്ഞു, യേശു എന്നെ സൗഖ്യമാക്കി എന്ന് അച്ഛയോട് പറഞ്ഞു. അപ്പൊ അച്ഛ പറഞ്ഞു, മമ്മി സൗഖ്യമായാലും മമ്മി ഇച്ചിരി നേരം അവിടെ കിടക്ക്. മമ്മി എഴുന്നേറ്റാ പിന്നെ മമ്മി കിടക്കത്തില്ല, അവിടെ മമ്മി കിടക്ക്, മമ്മി ഇച്ചിരി റെസ്റ്റ് എടുക്കുന്നു. ശരി, ഞാൻ കിടന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, എന്നെ സൗഖ്യമാക്കിയത് വചനമാണ് എന്നെ സൗഖ്യമാക്കി. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തെ ആസ്പദമാക്കി ഒരു പാട്ട് എഴുതാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. ഞാൻ അതിനു മുമ്പ് പാട്ട് എഴുതിയിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് പാട്ടൊന്നും എഴുതാൻ അറിയത്തില്ല. ദൈവാത്മാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ പാട്ട് ഈ വചനം പാട്ടിന്റെ രൂപത്തിൽ ട്യൂൺ ചെയ്തു തന്നു. സ്തോത്രം. ഹല്ലേലൂയ.
ആ 4 വരി ഞാൻ പാടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു വലിയ പാട്ടാ കേട്ടോ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ കേൾക്കാം. ഇപ്പൊ പാടാൻ സമയമില്ലല്ലോ. അതുകൊണ്ട് ആ 4 വരി മാത്രം മതി, സൗഖ്യമാക്കിയത് മാത്രം. സാക്ഷാരോഗങ്ങൾ യേശു വഹിച്ചതിനാൽ, വേദനകൾ യേശു ചുമന്നതിനാൽ, സാക്ഷാൽ രോഗങ്ങൾ യേശു വഹിച്ചതിനാൽ, വേദനകൾ യേശു ചുമന്നതിനാൽ, യേശുവിനാടി പിണരാൽ സൗഖ്യം തന്നു ജയത്തോടെ നടത്തിയിടുന്നു. യേശുവിനാടി പിണരാൽ സൗഖ്യം തന്നു ജയത്തോടെ നടത്തിയിടുന്നു. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ. അതിന്റെ തുടക്കം യേശുവിന്റെ ജനനം അത്ഭുതമേ എന്നാ തുടക്കം. യേശുവിന്റെ ജീവിതം അത്ഭുതമേ. ഹല്ലേലൂയ. യേശുവിന്റെ മരണം അത്ഭുതമേ, യേശുവിന്റെ ഉയർപ്പ് അത്ഭുതമേ. അതാണ് പാട്ടിന്റെ തുടക്കം. അങ്ങനെ ഒരു പാട്ടുണ്ട്. ദൈവം അനുവദിക്കുന്നെങ്കിൽ അത് അയച്ചു തരാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കേൾക്കാം ആ പാട്ടെല്ലാം. പിന്നെ അത് കഴിഞ്ഞും പല കഷ്ടതയിലും ദൈവം എന്നോട് ഇടപെട്ട് കഷ്ടതയിൽ പാടുവാൻ, കഷ്ടതയിൽ പാട്ടുകൾ എഴുതുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. അതൊക്കെ പിന്നീട് പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആ പാട്ടിന്റെ യേശുവിന്റെ ജനനത്തിൽ ആ പാട്ട് തുടങ്ങുന്നത്. പിന്നെ കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് ആ പാട്ട് നിൽക്കുന്നത്. അതിനിടയ്ക്ക് മുഴുവനും വചനമാണ്. ആ എന്നെ വിടുവിച്ച വചനങ്ങളാണ് ആ പാട്ടിനകത്ത് എഴുതിയിരിക്കുന്നത്. അല്ല, ആ പാട്ട് നിങ്ങൾ പാടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതല. ഇപ്പൊ ഈ 4 വരി പാട്ടെങ്കിലും നിങ്ങൾ കാണാതെ പഠിച്ചാൽ ഏത് രോഗം വന്നാലും ഈ വചനം അയച്ച് സൗഖ്യമാക്കും. വചനം എന്നെ വിടുവിച്ചത്, ഈ വചനം നിങ്ങൾക്ക് വിടുതല. ഈ പാട്ട് പാടി പലരും വിടുതൽ പ്രാപിച്ചു, പലരും സൗഖ്യം അനുഭവിച്ചു. അവരെന്നോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം. ഇനി ഒത്തിരി സമയം എടുക്കാനില്ലല്ലോ. ഇനി ഒരു സാക്ഷ്യമേ പറഞ്ഞുള്ളൂ രോഗസൗഖ്യത്തെ കുറിച്ച്. ഇനി ഒത്തിരി പറയാനുണ്ട്, എല്ലാത്തിനോട് സമയം ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഈ പാട്ട് ദൈവം പറഞ്ഞിട്ടാണ് പാട്ട് എഴുതുന്നത്. എന്നാൽ പാട്ട് എഴുതുവാൻ ദൈവം കൽപ്പിച്ചപ്പോൾ ഞാൻ അത് അനുസരിച്ചത് കൊണ്ട് പിന്നെ 2024 വരെ ഡിസംബറിൽ എനിക്ക് പനി വന്നിട്ടില്ല. സ്തോത്രം. ഡിസംബറിൽ നിന്ന് മാത്രമല്ല, ഈ ദീർഘവർഷങ്ങൾ 14 മുതൽ 24 വരെയുള്ള 10 വർഷം, നീണ്ട 10 വർഷം ഒരു ജലദോഷം പോലും വരാതെ ദൈവം എന്നെ പരിപാലിച്ചു. അതിനിടയ്ക്ക് നാട്ടിലെല്ലാം കൊറോണ വരെ വന്ന് പിടിച്ചിട്ടും കൃപയാൽ 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 ഒരു പനി പോലും വരാതെ കർത്താവിനെ ആരോഗ്യത്തോടെ നടത്തി. എന്നാൽ ഈ 2025 ഞാൻ അമേരിക്ക വന്നതിന് ശേഷം ദൈവത്തിന് സ്തോത്രം, ഞാൻ ഈ പ്രാവശ്യം വന്നത് മെയ്യിലാണ്. അതിനു മുൻപ് ഞാൻ അച്ഛനെ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ വന്നായിരുന്നു. അപ്പം ഡെലിവറിയോടുള്ള ബന്ധത്തിൽ വന്ന സമയം അതൊരു മെയ് മാസത്തിലെ മെയ് 30 ഞാനിവിടെ വന്നത്. ജൂൺ ജൂലൈ ജൂലൈ മാസം എനിക്ക് നാളുകളായിട്ട് എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു. നാട്ടിൽ പോകുമ്പോഴും ഇവിടെ വരുമ്പോഴും എല്ലാം എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു. ഞാൻ ആ വേദനയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അതൊരു വലിയ വിടുതല ദൈവം തന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഈ കൂട്ടത്തിൽ അങ്ങ് പറയാം, പുതിയ സാക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ അവിടെ വെച്ച് ഒർലാൻഡോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിന് നമ്മുടെ ഇവിടെയുള്ള എല്ലാ ചർച്ചകളും അവിടെ കൂടി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു. എന്നാൽ അതികഠിനമായ പല്ലുവേദന മാത്രമല്ല, ഈ ഒരു വശം കംപ്ലീറ്റ് റൈറ്റ് വശത്താണ് എനിക്ക് പല്ലുവേദന. ഏറ്റവും അങ്ങേറ്റത്തെ അണപ്പല്ലിനാണ്. പല്ലിന് ഇളക്കമുണ്ട്. സ്തോത്രം. അതിന് മുമ്പ് ഇടതുവശത്ത് ഇതുപോലെ അങ്ങേറ്റത്തെ അണപ്പല്ല് ഇതുപോലെ വന്നു. കർത്താവ് തന്നെ പറിച്ചു തന്നു. കർത്താവ് എന്നെ പൂർണ്ണമായി ആ പല്ലുവേദനയെ വിടുവിച്ചു. അതൊരു 5-8 വർഷം മുമ്പാ.
അതിനുശേഷം പല്ലുവേദന ഇല്ലാതിരിക്കുമ്പോഴാണ് പിന്നെ ഈ പല്ലുവേദന വന്നത്. അങ്ങനെ ഇവിടെയും നാട്ടിലും ഒക്കെ ആയിട്ട് അങ്ങനെ പല്ലുവേദന കഷ്ടപ്പെട്ടു. ജൂലൈ മാസത്തിൽ ഈ പല്ലുവേദന കഠിനമായിട്ട് എൻ്റെ ഈ വശം കംപ്ലീറ്റ്, തല, കണ്ണ്, വായ, നാക്ക്, കവള് എല്ലാം മൊത്തം അസ്വസ്ഥതയായിരുന്നു. സ്തോത്രം. ദൈവമക്കളെ, മുളക് അരച്ചു പെരട്ടിയതുപോലെ വായിക്കകം മുഴുവൻ വേദന, നാക്കയിലും കവളയിലും കംപ്ലീറ്റ് വേദന. വളരെ കഷ്ടപ്പെട്ടു. തലേ ഭയങ്കര ചൂട് കാരണം ഞാൻ അച്ഛനോട് പറഞ്ഞു, മോളെ എൻ്റെ തലയ്ക്ക് ഭയങ്കര ചൂടാ, അതുകൊണ്ട് ഒരു തോർത്ത് നനച്ച് തലയിലിടാൻ തരാൻ പറഞ്ഞു. അവളുടനെ ഫ്രീസറിൽ കൊണ്ടുപോയി ടർക്കി നനച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് അത്രയ്ക്ക് അത് തണുപ്പിച്ച് നല്ല വടി പോലെ ആക്കി കൊണ്ടുവന്നിട്ട് അത് തലയിലിട്ടു. തലയിൽ ഇതുകൊണ്ട് പെട്ടെന്ന് അതേന്ന് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. ആ തണുപ്പ് അങ്ങോട്ട് ചെല്ലുമ്പോൾ തലയ്ക്ക് നല്ലൊരു ആശ്വാസം, സൗഖ്യം, അങ്ങനെ ഒരു തോന്നൽ വന്നു. അങ്ങനെ കൃപയാൽ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതിഭയങ്കര വേദനയാ ഞാനിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞങ്ങൾക്ക് ആ മീറ്റിങ്ങിന് പോകണം. അവിടെ പോകാനെല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുക. പക്ഷെ ഈ ടർക്കി ഇങ്ങനെ തുണിയൊക്കെ ആയിട്ട് വല്ലയിടത്തും പോകാൻ പറ്റുമോ? സ്തോത്രം. എന്നാ ദൈവമക്കളെ, അങ്ങനെ കഷ്ടപ്പെടുമ്പോൾ അന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ തന്നെ ഈ വേദന കൊണ്ട് ഇങ്ങനെ പൊളയുക. അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം, ഞാൻ ബാത്റൂമിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഈ ഒരു വശം കംപ്ലീറ്റ് തളരുന്ന പോലെ തോന്നി. കൈയെല്ലാം കോച്ചുക, കൈകളൊക്കെ കോച്ചു. അപ്പൊ പിശാച് മന്ത്രിക്കുകയാണ്. എന്നാന്നറിയാമോ? നിനക്ക് വാതരോഗം. കാരണം യാക്കോബക്കാരി ജാതകം എഴുതി. ജാതകം യാക്കോബക്കാരി ആയിരുന്നല്ലോ. അപ്പൊ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 7 മക്കളാ, ഞങ്ങളുടെ എല്ലാവരും ജാതകം പേരൻസ് എഴുതിപ്പിക്കുമായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് എഴുതിയത് കൊണ്ട് ഈ ജാതകത്തില് എനിക്ക് ഇങ്ങനെ വരും, ഞാൻ വാതരോഗിയാകും, എനിക്ക് ഇങ്ങനെ വരും എന്നൊക്കെ അതിനകത്തുണ്ട്. അത് ഈ 62, 63 അങ്ങനെ 4 വയസ്സാണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി, നമ്മളതൊന്നും നോക്കുന്നില്ലല്ലോ. അപ്പൊ അന്ന് കൊച്ചുനാളി കേട്ടതാ ഓർമ്മ കിടക്കുന്നത്. അപ്പൊ ആയുസൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ ഈ 62, 63 ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു. കർത്താവിന്റെ കൃപയാ. കൃപയാ, ദൈവം അല്ലേ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ശിശുവിന് തീർന്നെങ്കിൽ നമ്മളിപ്പോ നമ്മൾ റെഡിയാ. പ്രൈസ് ദി ലോർഡ്. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് ഒരു ദിവസം മുമ്പേ പോകുന്ന വിശുദ്ധന്മാരാ, അല്ലെ മുമ്പേ പോകുന്ന ഒരു ഭാഗ്യമുള്ളവരാ. അതുകൊണ്ട് വിശുദ്ധിയോടെ ജീവിച്ച് അക്കരെ എത്തുക നമ്മുടെ ലക്ഷ്യം. അവിടെ ക്രിസ്തു ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. നമുക്ക് ഒട്ടും കുഴപ്പമില്ല. കൃപയാ. എന്നാൽ ഈ പെട്ടെന്ന് പ്രായവുമായി ഞാൻ ഇവിടെ വരികയും ചെയ്തു. അന്യനാടല്ലേ, ഇവിടെ നിന്ന് ഞാൻ തന്നെ ഉള്ളു പോകാനും തിരിച്ച് അമേരിക്കയ്ക്ക്, നാട്ടിലോട്ട്. അപ്പം ഈ വയ്യാതെ ഞാൻ ഇവരെ നോക്കാൻ വന്നിട്ട് ഞാൻ രോഗിയായിട്ട് അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. പെട്ടെന്ന് എൻ്റെ ശരീരമൊക്കെ തളർന്ന് ഈ കൈക്കൊക്കെ അങ്ങ് കോച്ചല് പോലെ വന്നിട്ട്, കാലിന് ബലം കുറഞ്ഞ്, കൈക്ക് ബലഹീനത വന്ന് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ, സത്യം പറഞ്ഞ മരണത്തോട് മല്ലടിച്ചൊരവസ്ഥയാണ്. വായ്ക്കകത്ത് മുഴുവൻ നീറ്റിലും പുകച്ചിലും, നാക്ക് ഉൾപ്പെടെ കവളില്ല. ഞാൻ അതിനു മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് മനസ്സിലായത് ശത്രുവിന്റെ ഒരു പരിപാടിയാണ്. സ്തോത്രം. ഞാൻ ഉടനെ പ്രാർത്ഥിച്ച്, ആത്മാവിൽ ശക്തിയോടെ പ്രാർത്ഥിച്ച് ബലപ്പെട്ടു. ഈ രോഗബന്ധനത്തെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു എന്ന് പറഞ്ഞു ആത്മശക്തിയോടെ പ്രാർത്ഥിച്ചു. എന്റെ ജീവനോട് പോരാടിയ ശക്തിയെ, ഹല്ലേലൂയ, അന്ധകാര മണ്ഡലങ്ങളെ, രോഗബന്ധനങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ചു പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി വിടുതൽ ദൈവം എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. ആ മരണ സ്റ്റേജ് മാറി, വായിലെ പുകച്ചിലും നീറ്റലും മാറി, തലയുടേതും മാറി, ചെവിയുടെ മാറി. സ്തോത്രം. എന്നാൽ പല്ലിന് ഇളക്കം ഉള്ളത് കൊണ്ട് ഇപ്പോഴും ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ ആ പല്ലെ ചെന്ന് മുട്ടിയ വേദനയുണ്ട്. പിന്നെ ഇടയ്ക്കാണേലും നമ്മൾ ഓർക്കപ്പുറത്തൊക്കെ ആണെങ്കിലും അങ്ങനെ ഇളക്കമുള്ള പല്ലായതുകൊണ്ട് അപ്പൊ അതിൻ്റെതായ ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ആ വലിയതെല്ലാം കർത്താവ് സൗഖ്യമാക്കി. അപ്പൊ യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യം തന്നെ. അതുകൊണ്ട് നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് സ്തോത്രം. സമയമുണ്ടെങ്കിൽ 2 കാര്യം പെട്ടെന്നൊന്ന് പറയാം. സൗഖ്യത്തിന് മാത്രമല്ല, നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും യേശു മതിയായവരാ. എല്ലാ ആവശ്യങ്ങൾക്കും, ഏത് രോഗത്തെ യേശു സൗഖ്യമാക്കും. നമുക്ക് സൗഖ്യം തരും, നമ്മുടെ മക്കൾക്കും സൗഖ്യം തരും. ആർക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു അവർക്ക് എല്ലാ സൗഖ്യം കിട്ടും.
ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം ദൈവം സൗഖ്യമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ കൃപയാൽ ഇന്ന് വരെ മരുന്നിലോ വൈദ്യന്മാരോ ആശ്രയിക്കാതെ ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ കുടുംബമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് ഒരു കാര്യം എന്തല്ല അസാധ്യമല്ല. ദൈവത്തിന് മഹത്വം. എൻ്റെ ഇളയ മോൾക്ക് വളരെ ചെറുപ്പത്തിൽ ഒരു 5-6 വർഷം മുമ്പ് അവൾക്ക് പെട്ടെന്ന് വയറിളക്കവും ഛർദിലും വന്ന് കുഞ്ഞിന് എഴുന്നേക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി. എന്ന് പറഞ്ഞാൽ ഛർദിക്കുമ്പോൾ മഞ്ഞ വെള്ളം വരെ വന്ന് ഒന്നും കുടിച്ചിറക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വയറു വളവുക. കുഞ്ഞ് വളരെ ബലഹീനയായി. ആ സമയത്തും കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കുഞ്ഞിനെ വിടുവിച്ചു. സ്തോത്രം. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ചെറുപ്പം പൈതപ്രായം, ഇപ്പൊ എന്റെ രണ്ടാമത്തെ മോടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അച്ഛാമോള് കുഞ്ഞായിരുന്നപ്പം മുണ്ടക്കയത്ത് വെച്ച് ശ്വാസം മുട്ടൽ വന്ന്, പനി വന്നു, കഫക്കെട്ടായി, ശ്വാസം മുട്ടലായി, വളരെ വിഷമത്തിലായി മരിച്ചതാണ്. നാട്ടുകാരെല്ലാം ഇളകി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ, കത്തോലിക്കർ, CSI കാരെല്ലാം പറഞ്ഞു ഇവരെന്റെ ഒരു തള്ളയാ, പെങ്കൊച്ചായിട്ട് മരിക്കാൻ വേണ്ടിയിട്ടിരിക്കുവന്നു. പപ്പ അവിടെ ഇല്ല. പപ്പ മാസയോഗത്തിന് പോയപ്പോൾ കൊച്ചിന് വലിയ കുഴപ്പമില്ല. മാസയോഗം കഴിഞ്ഞ് മാസയോഗത്തിന് പപ്പ പോയി കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് അസുഖം കൂടി. പ്രാർത്ഥിച്ചു, കർത്താവ് ആശ്വാസം കൊടുത്തു. പപ്പ മാസയോഗം കഴിഞ്ഞു. പാമ്പാടിയില്ല മാസയോഗം, ഞങ്ങളങ്ങ് മുണ്ടക്കയത്താണ് താമസിക്കുന്നത്. ഇത്രയും ദൂരെ പപ്പ യാത്ര ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ കൊച്ചിനൊരു കുഴപ്പമില്ല, കൊച്ചു ചിരിക്കുന്നൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് പപ്പായ്ക്ക് അന്നേരം ഇളങ്കാട്ടി കത്തുർമേശ നടത്താൻ പോകണം. ഇളങ്കാട് എന്ന് പറഞ്ഞാൽ മുണ്ടക്കയത്ത് പിന്നെ പോകണം. ആ സ്ഥലത്തേക്ക് അദ്ദേഹം പോയി ശുശ്രൂഷയ്ക്ക്. ഞാൻ മാത്രമുള്ളൂ വീട്ടിൽ. ആ സമയത്ത് ഇതിന് പനി അങ്ങോട്ട് കൂടി, കഫക്കെട്ട് കൂടി, ശ്വാസമുട്ടൽ കൂടി. രാത്രി ആയപ്പോഴത്തേക്ക് സഭയിലെ 1-2 പേര് പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ വന്നു. അവരൊക്കെ വന്നേച്ച് കുഞ്ഞിന്റെ അവസ്ഥ കണ്ടവർക്ക് വിഷമം. അപ്പോൾ ഒരു CSIയിലെ ഒരു അമ്മച്ചി, CSI നിന്ന് വന്ന ഒരു അമ്മച്ചി, ആ അമ്മച്ചിന്റെ മകൻ CSIയില, അമ്മച്ചി പെന്തിക്കോസില, മകന് കുടുംബം എല്ലാം CSIയില. അപ്പം അവിടുത്തെ വലിയ പണക്കാരുമാണ്. അവരെന്ത് ചെയ്യുന്നറിയാമോ, അവിടുത്തെ മക്കള്, സാറിന്റെ മക്കള് പറഞ്ഞു, ആ അമ്മച്ചിയോട് പറഞ്ഞു, എന്റെ അമ്മച്ചി അച്ഛൻ ഉപദേശിയുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ആ കൊച്ചിനെ മേടിച്ചു തരാമെങ്കിൽ ഞങ്ങൾ ആ കൊച്ചിനെ കൊണ്ട് ആശുപത്രി കൊണ്ട് രക്ഷപ്പെടുത്താം. അവരെന്തൊരു തള്ള, അവരാണ് ആ കുഞ്ഞിനെ പ്രസവിച്ചത്, അവരൊരു പെറ്റ തള്ളയാണോ, ആ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അമ്മച്ചി വന്നത് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞിനെ തന്നത് ദൈവമാണ്, വേല ഏൽപ്പിച്ചത് ദൈവമാണ്, ശുശ്രൂഷ ദൈവത്തിൻ്റെതാ, കുഞ്ഞ് ദൈവത്തിൻ്റെതാ. ദൈവം അറിയാതെ എൻ്റെ ഒരു മുടി ഒഴിയത്തില്ല, എൻ്റെ ദൈവം അറിയാതെ ജീവിതം ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ വിട്ടില്ല. എന്നാൽ അവർ ബലം പ്രയോഗിച്ചെങ്കിലും വിടാതെ നോക്കിക്കൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഈ മുസ്ലിങ്ങളും കത്തോലിക്കരും പെന്തിക്കോസുകാരും എല്ലാവരും വന്ന് മുറി നിറച്ച ആളായപ്പോ നല്ല ശ്വാസം പോലും കുഞ്ഞിന് കിട്ടാതെ. കാരണം ആൾക്കാർ മുറിക്കാത്തോട്ട് വന്നു, ഹോളിലല്ലല്ലോ, മുറിക്കാത്തോട്ട് കയറി വന്നു. എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞു, ഇങ്ങനെ വിഷം കൊച്ചിനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു, കൊണ്ടുപോകും, രാത്രിയല്ലേ, വാസ്തു ഇവിടെ ഇല്ലല്ലോ, കൊണ്ടുപോകും. അങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേന് കൊച്ചിന്റെ നില വളരെ ഗുരുതരമായി. അവസാനം എനിക്ക് മനസ്സിലായി, കുഞ്ഞ് തീർന്നു. പെട്ടെന്ന് അവരുടെ മുമ്പ് വെച്ച് പറയാൻ പറ്റുമോ, ഞാൻ ഈ കൊച്ചിനെ എടുത്ത് തോളയിലിട്ടുണ്ട് അടുക്കളോട്ട് വിട്ടു. ഞാൻ ഇവരോട് പറഞ്ഞു, കർത്താവ് പിടിപ്പിക്കുന്ന വിശ്വാസമുള്ളവർ മാത്രം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക, അല്ലാത്തവരെല്ലാം ഇവിടെ നിന്ന് മാറി തരണം. കാരണം കൊച്ചിന് നല്ല വായു കിട്ടാൻ വേണ്ടി, അതുകൊണ്ട് നിങ്ങളൊന്ന് മാറി തരണമെന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെ കൈവച്ചുകൊണ്ട് ആത്മാവിന്റെ ശക്തിയോടെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞായറാഴ്ചയാ, സഭായോഗം നടക്കേണ്ട വീടാ. സ്തോത്രം. സഭായോഗം നടക്കേണ്ടതാ വീട്ടിൽ. തന്നെയുമല്ല, അന്ന് ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റ് വരുന്ന ദിവസമാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ കുഞ്ഞിനെ തോളയിലിട്ടുകൊണ്ട് അഭിഷേകത്തിന്റെ ശക്തിയോടെ മരണത്തെ പാതാളത്തെ ജയിച്ച നസ്രേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മരണത്തിന്മേൽ ജയം പോ സാത്താനെ എന്ന് പറഞ്ഞ് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുത വിടുതൽ ദൈവം കുഞ്ഞിന് കൊടുത്തു. അനക്കമില്ലാതെ കിടന്ന കുഞ്ഞ്, ശ്വാസം എടുക്കാതെ കിടന്ന കുഞ്ഞ് ഒരു ദീർഘശ്വാസം വിട്ട് എഴുന്നേറ്റു. ഹല്ലേലൂയ! യേശു ഇന്നും വിടുവിക്കുന്ന ദൈവമാണ്. ആ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയാ. അവളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞതുപോലെ അവൾ അമേരിക്കയിൽ ദൈവം കൊണ്ടുവന്നു. ഇവിടെ വന്നിട്ട് ഒറ്റ ദിവസം അവൾ ജോലിക്ക് പോയിട്ടില്ല. കർത്താവിന്റെ വേലയ്ക്ക് എന്റെ കുഞ്ഞിനെ കർത്താവ് കണ്ടു. അവളിപ്പോൾ കഴിഞ്ഞ ദിവസം കാനഡ, അത് കഴിഞ്ഞപ്പോൾ UK പോയിച്ചു വന്നു. ഇനി കാനഡയ്ക്ക് 2 ദിവസത്തെ മീറ്റിങ്ങിന് അവർ ഭാര്യയും ഭർത്താവും കൂടെ പോവുക. അവളോടുള്ള വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ ദൈവം നിറവേറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഒരു രോഗവും നമ്മളെ ക്ഷീണിപ്പിക്കത്തില്ല. നമുക്ക് വാഗ്ദത്തമുള്ളവർക്ക് എന്നും
പ്രശ്നങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. എന്നാൽ ദൈവമക്കൾ ഇതിൽ കണ്ട് ഭയപ്പെട്ട് നിൽക്കരുത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ലഭിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അറിയാതെ നമ്മുടെ ഒരു മുടി പോലും കൊണ്ടുപോകത്തില്ല. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ എന്റെ അച്ചായ ദൈവം പിടിവിച്ചു. കൃപയാൽ അന്ന് മുതൽ ഞാൻ തീരുമാനമെടുത്തായിരുന്നു, എല്ലാ തിങ്കളാഴ്ചയും എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഉപവസിച്ചോളാമെന്ന്. കൃപയാൽ ആ ഉപവാസം ഇന്ന് വരെയും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ രണ്ടാമത്തെ മോൾക്ക്, അവൾക്കും ഇതുപോലെ തന്നെ പനി കൂടി. ഒരു പ്രാവശ്യം പനി കൂടിയിട്ട് ചെന്നി പോലെ വന്നു. പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നു കുഞ്ഞ്. ദൈവത്തിന് സ്തോത്രം. കണ്ണൊക്കെ ഇങ്ങനെ മറിഞ്ഞൊരു വല്ലാത്ത അവസ്ഥയില്. 2-2.5 വയസ്സുള്ളൂ കുഞ്ഞാ. അപ്പം ആ സമയത്ത് പനി കൂടിയിട്ട് ഭയങ്കരമായിട്ട് അസ്വസ്ഥകൾ വന്നു. ആരാണേലും ആ സമയത്ത് പരിഭ്രമിച്ചു പോകും. എന്നാൽ ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ ആ കുഞ്ഞിനെ കൈ പിടിച്ചുകൊണ്ട് ആത്മാവിന്റെ ശക്തിയോടെ പ്രാർത്ഥിച്ചു. ബൈബിൾ പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ബലഹീനത തികഞ്ഞു വരെ ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന പരിശുദ്ധാത്മാവാ. മരണത്തെ ജയിച്ചവനാ നമ്മുടെ യേശു. അതുകൊണ്ട് മരണഭീതി മാറിയവരാ ദൈവമക്കൾ. യേശു കാൽവരി ക്രൂശിൽ വെച്ച് സാത്താന്റെ തലയെ തകർത്തത് കൊണ്ട് മരണഭീതി മാറി. മരണത്തിന് അധീനരായിരുന്ന, മരണത്തിന് അടിമകളായിരുന്ന നമ്മെ യേശു വിടിവിച്ചു. അതുകൊണ്ട് മരണത്തെ ദൈവമക്കൾ ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. മരണത്തിന് നീക്കുപോക്ക് കർത്താവായി പോയിക്കൊടുത്ത ആ കുഞ്ഞിനെ ദൈവം സൗഖ്യമാക്കി. ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ദൈവം അവളെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അസുഖം ഉണ്ടായിട്ടുണ്ട്. എന്റെ സ്നേഹാമോക്ക് അസുഖം ഉണ്ടായിട്ടുണ്ട്. 4 പെൺപിള്ളേരുടെ കാര്യം ഞാനിപ്പോ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. 3 പേരുടെ കാര്യം പറഞ്ഞു. എന്നാൽ സ്നേഹാമോള് ഉണ്ട്. അവരുടെ കാര്യത്തിന് ദൈവം ഇതുപോലെ തന്നെ അവർക്ക് പല പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല വിധത്തിലുള്ള അസ്വസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ കർത്താവളെ അത്ഭുതകരമായി വിടിവിച്ചു. ഒരു പ്രാവശ്യം ഞങ്ങൾ കോട്ടയത്ത് വന്ന് താമസം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ചാമ്പങ്ങ തിന്നത് ഒരു കാരണം. ചാമ്പങ്ങയ്ക്കകത്ത് പുഴുവുണ്ടായിരുന്നു, കൊച്ചു കുഞ്ഞാ. ആ സമയത്ത് അത് കഴിച്ചതാ. കുഞ്ഞല്ലേ, അങ്ങനെയോ അത് പോയിസനായി. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് കൊച്ചിന്റെ ശരീരം മൊത്തം നീര് വെച്ചു. ആ അവസ്ഥയിൽ കൊച്ചിന്റെ മുഖവും ശരീരം എല്ലാം വല്ലാതായപ്പോൾ ഞങ്ങളന്ന് അമ്മാച്ചന്റെ വീട്ടിൽ താമസിക്കാം. അമ്മാച്ചൻ പോലീസുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ കൊച്ചിന് കൊണ്ട് ആശുപത്രി കൊണ്ടുപോകാൻ അതിന് വെച്ചോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവും പരാതി പറഞ്ഞു. നമുക്ക് അവരോട് ഇപ്പം ദൈവീയ രോഗശാന്തി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ഞാനൊന്നും വേണ്ടിയില്ല, പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് വേഗം കൊച്ചിനെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. നമ്മളൊന്നും ചെയ്തില്ല. കർത്താവ് കൃപയാ പ്രാർത്ഥിച്ചു എണ്ണ കൊച്ചിന്റെ ദേഹത്ത് പുരട്ടി പ്രാർത്ഥിച്ചു. വെള്ളം കുഞ്ഞിന് കൊടുത്തു. കർത്താവ് കുഞ്ഞിനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അവളും കൃപയാൽ ഇന്ന് ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കുന്നു. അവളും ഇളയ മോളുമാണ് ഇപ്പൊ പപ്പായുടെ കൂടെ ഉള്ളത്. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഇപ്പൊ 5 മാസത്തോളമായി. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വേല, കർത്താവിന്റെ നാമമഹത്വത്തിനായി ചെയ്യുവാൻ ഞങ്ങളെ കുടുംബമായി ദൈവം പരിപാലിച്ചു നടത്തുന്ന വഴികളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ 4 പേരും ദൈവം കൊടുത്ത കൃപയ്ക്ക് അനുസരിച്ച് ദൈവത്തിന്റെ വേല അവർ ചെയ്യുന്നുണ്ട്. ദൈവമേൽപ്പിച്ച ശുശ്രൂഷകൾ അവർ ചെയ്യുന്നുണ്ട്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി, തികഞ്ഞ ആത്മീയരായി, പിന്നെ ഈ കർത്താവിന്റെ രാജ്യത്തിന് കെട്ടുപണിക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ, ദൈവം നാം മുഹൂർത്തപ്പെടുവാൻ, കർത്താവിനെ ഒരുക്കുവാൻ, എടുക്കപ്പെടുവാൻ, അനേകരെ കർത്താവിനെ വേണ്ടി ഒരുക്കുവാൻ ഞങ്ങളെ കുടുംബമായി ദൈവം ബലപ്പെടുത്തേണ്ടതിനും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്തും, നാട്ടിലെ പ്രവർത്തനങ്ങളെ ഓർത്ത്, സെൻട്രൽ പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഈ വചനങ്ങളാൽ, ഈ സാക്ഷ്യങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ അനുഗ്രഹിക്കട്ടെ. ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ജീവനുള്ള സാക്ഷ്യം അതിലെ പുതുതലമുറയ്ക്ക് വലിയൊരു അനുഗ്രഹവും വിടുതലുമാണ് ഇതുപോലുള്ള ജീവനുള്ള സാക്ഷ്യങ്ങൾ. അത് കർത്താവിൻ്റെ ദാസിയുടെ വായിൽ നിന്ന് കേൾക്കുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസിയെ പിന്നെയും കർത്താവ് ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം അങ്ങയുടെ നാമമഹത്വത്തിനായി പറയുവാൻ കർത്താവ് ബലപ്പെടുത്തിനാൽ സ്തോത്രം. അങ്ങയുടെ നാമം മഹത്വപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ വചനം കേട്ട, ഈ സാക്ഷ്യം കേട്ട പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ ഇത് വിശ്വാസമായി പരിണമിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. വിശ്വാസം കേൾവിയാൽ എന്ന് അങ്ങയുടെ വചനത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുമ്പോൾ, സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുവാൻ, പ്രത്യാശ വർദ്ധിക്കുവാൻ, ധൈര്യം വർദ്ധിക്കുവാൻ, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി, കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, പ്രയോജനപ്പെടുവാൻ എല്ലാവരെയും ദൈവം ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും കർത്താവിന്റെ വരവിനോട് എല്ലാവരും ഒരുക്കുകയും ചെയ്യണമേ. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. ആകയാൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, സഭകൾക്ക് ഇത് ആരെല്ലാം കേൾക്കുന്നുവോ
യൂട്യൂബ് വഴിയായി ഏതെല്ലാം വിധത്തിൽ ഈ സാക്ഷ്യങ്ങൾ ആരുടെയൊക്കെ ചെവിയിലെത്തുന്നു അവിടെയൊക്കെ വലിയ വിശ്വാസവും ദൈവപ്രവൃത്തിയും വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങള്, അടയാളങ്ങള്, വിവിധ വീര്യപ്രവൃത്തികളാൽ വചനത്തെ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, സഭകളെ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവിക ശുശ്രൂഷയിൽ ദൈവിക വേലയിൽ ശുഷ്കാന്തിയോടെ നിൽക്കുവാൻ, ഉത്സാഹത്തോടെ നിൽക്കുവാൻ എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവം അതിനു വേണ്ടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരവിന് വേണ്ടി ഒരുക്കണം, മാനഭൂത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.